പണ്ട് പ്രായമുള്ളൊരമ്മ, നാടനമ്മയാ, പഴയ അമ്മയാ, ഭാഷയൊക്കെ അത്ര നല്ലതല്ല. അമ്മ പറഞ്ഞ് എല്ലാവരും ചത്തു ഒടുങ്ങി, എൻ്റെ യേശു ചത്തു ആണുങ്ങളെ പോലെ ഉയർത്തുന്നു. അള്ളക്ക് അങ്ങനെ പറയാനേ അറിയാവുള്ളൂ, എന്നാലും കൃത്യമാണ്. ദൈവത്തിന് മഹത്വം. ദാവീദിന്റെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല, നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുകയല്ല. അല്ല, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞ ജനപ്രതിനിധികളുണ്ടല്ലോ, എന്തുവാ അതിന് പറയുന്നത്, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഭംഗവും വരുത്തുന്നില്ല. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ, നട റോഡിലല്ലയോ ഓരോന്ന് കാട്ടിക്കൂട്ടി ചെന്ന് പോക്ക് നടക്കുന്നുണ്ടോ? നിങ്ങൾ സമാധാനം പറ. മിണ്ടുകയല്ല, അവർക്ക് എല്ലാവരെയും വേണമല്ലോ. മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്തുന്ന ധാരാളം പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഉണ്ട്. നിങ്ങൾ എന്നെ എല്ലാവരും മിണ്ടാതിരിക്കുന്നേ? നീ അല്ലേ ഇതിലേലും പോ. നമ്മൾ അത്യാവശ്യം പോകുമ്പോൾ ആ റോഡില് ബ്ലോക്കാ. ചില ഈ പൊടിമീശക്കാര് പിള്ളേര് മീശ പറിച്ചു നമ്മൾ പിന്നെ ഇതിലെയൊക്കെയാ വണ്ടി കയറ്റി വിടുന്നത് എന്ന് പറഞ്ഞാൽ ഇവന്റെ വലിയമ്മയ്ക്കോ ശ്രീധരൻ കിട്ടിയ റോഡ്. അതിന് നിങ്ങൾക്ക് ഇത്ര പേടി? അതിപ്പോ അതിന് തർക്കം വേണ്ട. ഒരു കാര്യം പറയാം, സുവിശേഷം അതല്ല. മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഹാനി വരുത്തുന്നതല്ല സുവിശേഷം. മതം മാറ്റുന്നതല്ല സുവിശേഷം. സംഘടന മാറുന്നതല്ല സുവിശേഷം. സഭ മാറ്റുന്നതുമല്ല സുവിശേഷം. നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നതുമല്ല സുവിശേഷം. സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശുക്രിസ്തു. സ്തോത്രം. ആ സുവിശേഷം യേശുക്രിസ്തു. ഒരു ചെറിയ വിശദീകരണം പൗലോസ് കൊടുത്തിട്ടുണ്ട്, വായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഒരു ചെറിയ വിശദീകരണം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. അതാ സുവിശേഷം. ഒന്നുകൂടെ വിശദീകരിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ തിരുജനനം, യേശുക്രിസ്തുവിന്റെ തിരുമരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, അതാ സുവിശേഷം. ചുമ്മാ ജനിച്ചതല്ല, വചനപ്രകാരം ജനിച്ചതാണ്. വെറുതെ മരിച്ചതുമല്ല, എന്നാ ഒന്ന് ചത്ത് കളയാം. അല്ലല്ല, വചനം നിർണയിച്ചതുപോലെ, തള്ള പറഞ്ഞതുപോലെ ആണുങ്ങളെ പോലെ ഉയർക്കുകയും ചെയ്തു. ദൈവത്തിന് മഹത്വം. അതാ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ തിരുജനം. ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. അതിനാ ഇവിടുത്തെ വാർത്തയൊന്നും നല്ലതല്ല. ഇപ്പോൾ ഒരു വാർത്ത കേട്ടല്ലോ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട TC കോശി അവർ. താമരപ്പള്ളി മുതലാളിനെയൊക്കെ പണ്ടുള്ളവർക്ക് അറിയാം. അത് അവർ കനാനായി സമുദായത്തിൻ്റെ പ്രഗത്ഭരായ, അവിടെ ഒരു വലിയ പ്രഗത്ഭനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, കൊച്ചുതൊമ്മൻ. അദ്ദേഹം ബാരിസ്റ്ററായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോക കോടതിയിലൊക്കെ പോയി വാദിക്കാമെന്ന്, അത്രയ്ക്ക് പ്രഗത്ഭനായിരുന്നു. ആ കുടുംബത്തിൽപ്പെട്ടയാളാണ് നമ്മുടെ TC കോശി അവർകൾ. നല്ലൊരു മനുഷ്യൻ കടന്നുപോയി. ആ വാർത്ത നല്ല വാർത്തയാണെന്ന് എല്ലാവർക്കും തോന്നുന്നില്ല, ദുഃഖവാർത്തയാ. അപ്പൊ ഇവിടെ കേൾക്കുന്ന വാർത്തകളെല്ലാം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തയാ. കുറച്ച് നാൾ മുമ്പ് കേട്ടല്ലോ വാർത്ത. ഏതാ വാർത്ത? ഇല്ലേ, എലന്തൂര് ഒരു തള്ള വേറൊരു തള്ളയെ വെട്ടിക്കൊന്നു പ്രീതി കിട്ടാന്. പേരും പറഞ്ഞു പോയി, സുഹാസിനിയോ എന്നതാ, ലൈലയോ ഷൈലയോ അറിയത്തില്ല, സാറിനൊക്കെ അറിയത്തില്ലയോ? നല്ല വാർത്തയാണോ? അല്ല, നല്ല വാർത്തയല്ല. ഇന്ന് രാവിലെ പേപ്പർ എടുത്ത് വായിച്ചപ്പോൾ അതും ഒരു വാർത്ത വന്നു. അത് ഒരു നല്ല വാർത്തയായിട്ട് തോന്നുന്നില്ല. കേട്ടപ്പം ഒരു ബുദ്ധിമുട്ട് പോലെ ഇല്ലേ? മനോരമയുടെ ഫ്രണ്ട് പേജിലുണ്ട്. നല്ല വാർത്തയാണോ? കേൾക്കുമ്പോൾ നമുക്കൊരു. അപ്പോൾ
ഇവിടെ കേൾക്കുന്ന വാർത്തകളെല്ലാം നമുക്ക് സ്വൈര്യം കെടുത്തുന്ന, മനോവേദന ഉണ്ടാക്കുന്ന, ദുഃഖമുളവാക്കുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്ത തന്നെയല്ല. ദൃശ്യമാധ്യമങ്ങളിലും മറ്റു ഇടങ്ങളിലൊക്കെ കേൾക്കുന്ന വാർത്ത എല്ലാവരോടും ഒന്നിച്ചിരുന്ന് പറയാനും കേൾക്കാനും കൊള്ളുകയല്ലോ. ഒക്കുവോ? ഇല്ല. അപ്പനും വല്യമ്മയും മക്കളും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് വാർത്ത കേൾക്കാനും ഒക്കെയില്ല. TV ആണെങ്കിലും മറ്റു മാധ്യമം തുറന്നാൽ ഒക്കത്തില്ല. അതിൻ്റെ പരസ്യങ്ങളാണെങ്കിലും സംസാരമാണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും രീതി ആണെങ്കിലും ഒന്നും കാണാനും കേൾക്കാനും എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കൊള്ളുകയല്ലാത്ത. അതിൽ നോക്കിക്കൊണ്ടിരിക്കും, ആരെല്ലാം വന്നാൽ തട്ടി മാറ്റി വെച്ച് വേറെ അല്ലേ പിന്നെ കാണുന്നത്. ഉടനെ പവർ വിഷൻ, അന്നേരം ഊണ് എല്ലാം ദൈവം തമ്പുരാൻ കണ്ടോണ്ടിരിക്കും. കണ്ടത് വേറെയാ. ആരെങ്കിലും വരുമ്പോ ഉടനെ ഇവിടുത്തെ വാർത്തകളൊന്നും നല്ലതല്ല. അതിലെ പ്രായമുള്ളവർ വർത്താനം പറയുമ്പോൾ പിള്ളേർ ചെല്ലുമ്പോൾ ചോദിക്കലേ, എന്തുവാടാ മൂത്തവർ വർത്താനം പറയുന്നതിനിടെ എന്നാ കേൾക്കാനാ? കാരണം ഇവർക്ക് കേൾക്കാൻ കൊള്ളാത്തതായി നിങ്ങൾ ഇരുന്ന് ഒപ്പിക്കുന്നേ. അതെ. അല്ല, പാസ്റ്റേഴ്സും ഒക്കെ ചെല്ലു പറയാം, ബ്രദർ അങ്ങോട്ട് ഇറങ്ങിക്കുക, ഞാൻ പുള്ളിയോട് 1-2 കാര്യം. അപ്പൊ മറ്റേ ബ്രദറിന് കേൾക്കാൻ പറ്റാത്തതാ ഈ ബ്രദർ. ഓ, നിങ്ങൾക്കൊന്നും അറിയാൻ മേല. അപ്പൊ ഇവിടുത്തെ വാർത്തകളെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ചെവിക്കത്ര സുഖം വരുന്ന വാർത്തയല്ല. പണ്ട് ഉണ്ണായി വാര്യര് നളചരിതത്തിൽ പറഞ്ഞതുപോലെ, സ്കൂളിൽ പഠിച്ചതാ, നിങ്ങൾക്കും പഠിച്ചതാ, ദമയന്തി നളനുമൊക്കെയുള്ള സംഭവം ഉണ്ണായി വാര്യരുടെ നളചരിതം. അപ്പം പൂന്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് തോഴിമാരുമായിട്ട് ദമയന്തി പോയപ്പോൾ അരയന്നം പറന്നു വരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു. അപ്പം അരയന്നത്തിൻ്റെ കയ്യിൽ ഉണ്ടല്ലോ നല്ല വാർത്തയൊക്കെ കൊടുത്തു വിട്ടിരിക്കുക. അപ്പോൾ അരയന്നം ഇങ്ങോട്ട് വരുന്ന മിന്നൽ കൊടി ഇറങ്ങി വരികയോ, വിധുമണ്ഡലം ഇറങ്ങി ക്ഷതിയിൽ പോരുകയോ, സ്വർണ്ണവർണ്ണമാ അന്നം പറന്നിങ്ങി വരികയോ, കണ്ണുകൾക്ക് ഇത് നല്ല പിയൂച്ചരികയോ. അരയന്നം ഇങ്ങോട്ട് വരികയാ. അപ്പോൾ പുള്ളിക്കാരി തോഴിമാരെ മാറ്റി വെച്ച് ഒന്ന് വർത്താനം പറയാൻ വേണ്ടി പുള്ളിക്കാരി പറഞ്ഞു, ചലതള്ളി ചെങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ, കുസുമ സൗരഭം നാസാഗുകര സരസൈരിപം, അതിദുഃഖ കാരണം ഇന്നാരാമ സഞ്ചാരണം. ഈ പൂന്തോട്ടത്തിലെ സഞ്ചാരം ഇപ്പോൾ ഒരു അസ്വസ്ഥതയായിട്ട് തോന്നി. അങ്ങനെ ചലതള്ളി ചെങ്കാരം, ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ. ഈ കുയിലിൻ്റെയും പക്ഷിയുടെയൊക്കെ ശബ്ദം കൊടിയ ശൂലം പോലെ ചെവിക്കകത്തോട്ട് തുളച്ചു കയറുക. കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ, കുസുമ സൗരഭം നാസാകുകര സരസൈരിപം. ഈ പൂക്കളുടെ സുഗന്ധം പക്ഷെ എനിക്ക് എൻ്റെ നാസികക്കകത്ത് കുസുമ സൗരഭം നാസാകുകര സരസൈരിപം, അതിദുഃഖ കാരണം. ഞാൻ കടമെടുത്ത് പറയുകയാ, ഇന്നത്തെ വാർത്തകളെല്ലാം അതിദുഃഖവും ചെവിക്കകത്ത് ശൂലം കൊണ്ട് തുളച്ചു കയറ്റുന്ന വാർത്തകളാകുമ്പോൾ ഇതിന്റെ നടുവിൽ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ. കേൾക്കാൻ ഇമ്പമുള്ള വാർത്ത, കേട്ടിരിക്കുന്ന വാർത്ത, കേൾക്കാൻ സുഖമുള്ള വാർത്ത മാത്രമാണോ? കേൾക്കുമ്പോൾ സൗഖ്യമുണ്ടാക്കുന്ന വാർത്ത. രോഗികളായ പ്രിയപ്പെട്ടവർ, ഈ വാർത്ത കേട്ടാൽ നിനക്ക് സൗഖ്യമുണ്ടാകും. ഏതാ സുവിശേഷം? മനോദുഃഖത്തോടെ വന്നവരാരെങ്കിലും ഇന്ന് രാത്രി വാർത്ത കേട്ടാൽ വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട തരുന്ന വാർത്തയാ. നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന വാർത്തയാണ് സുവിശേഷം. മേറെ രോഗികൾക്കും ധീരാവ്യാധികൾക്കും സൗഖ്യം തരുന്ന വാർത്തയാണ് സുവിശേഷം. മുടന്തര് നടക്കുന്നു, ചെകിടര് കേൾക്കുന്നു, ഊമര് സംസാരിക്കുന്നു, കുരുടര് കാണുന്നു. മാനമാണോ? മരിച്ചവന്റെ മഞ്ചത്തിൽ തൊട്ടപ്പോൾ ചെറുക്കൻ ചാടി എഴുന്നേറ്റു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന വാർത്ത, രോഗികളെ സൗഖ്യമാക്കുന്ന വാർത്ത, ആ വാർത്തയാ സുവിശേഷം. ഞാൻ എടുത്ത ഭാഗത്തേക്ക് വരേണ്ടത് കൊണ്ട് ഇത് അധികം പറയുന്നില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഇത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് പറയാൻ കഴിവും പ്രാഗൽഭ്യമുള്ളവരെയാ അദ്ദേഹം വിളിച്ചത്. പിന്നെ ഒടുവിൽ യോനായ്ക്ക് ചീട്ട് വീണതുപോലെ എനിക്കും വീണു. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന് മകത്ത് അല്പകാര്യങ്ങൾ ചിന്തിക്കാം. നല്ല വാർത്തയാ സുവിശേഷം. എന്താ സുവിശേഷത്തിൻ്റെ വിശേഷത? ഒത്തിരിയുണ്ട് വിശേഷത. ഈ സുവിശേഷത്തിന്റെ ഒരു വിശേഷത, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. നമുക്കറിയാമല്ലോ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചോ. ഇന്ന് വാക്യം വായിക്കണം. കാരണം ഞാൻ എപ്പോഴും പറയും, ചില ആൾക്കാർ എന്നെ പറ്റി പറയുന്നത് അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുമെന്ന്. അപ്പൊ എന്റെ വായിൽ എന്നതാ വരുന്നെന്നുള്ളതായി വായിപ്പിക്കുന്നത്. വായിച്ചോ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പോൾ ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. ആമേൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ഒരേ ഒരു മാർഗം, രക്ഷിക്കുന്ന മാർഗം യേശു ക്രിസ്തുവിന്റെ നാമം.
സുവിശേഷമല്ല. സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. മറ്റൊരുത്തരും രക്ഷയ്ക്കില്ല. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ ഒന്നും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. അപ്പോൾ സുവിശേഷം രക്ഷിക്കുന്ന മാർഗം. ഓടിച്ച് മുമ്പോട്ട് പോകാം. 2, സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അറിവുണ്ട വാക്യമാണല്ലോ. 6:15 വായിച്ചോ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം. എല്ലാവർക്കും അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. 14 മുതൽ വായിച്ചോ. 14 മുതൽ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും, നീതി എന്ന കവചം ധരിച്ചും, സമാധാന സുവിശേഷം ഒരുക്കം കാലിന്. അപ്പൊ സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഇത് സമാധാനം തരുന്നതാ. സുവിശേഷം പ്രസംഗിക്കുന്നവരും സമാധാനക്കാരായിരിക്കണം. അല്ല, അങ്ങനെ ആണല്ലോ. സുവിശേഷം പ്രസംഗിക്കുന്നവര് വഴക്കും പുക്കാറും ഉണ്ടാക്കരുത്. കേസും കോടതിയും വഴക്കും പുക്കാറും. ഇതൊക്കെ ആയിരിക്കും പറയുന്ന അയാൾ വായി വരുന്ന എല്ലാം പറയുന്നത്. ഒരു പ്രശ്നമാണെന്ന് കണ്ടാൽ നമ്മൾ അങ്ങ് ഒഴിഞ്ഞു മാറണം. അങ്ങനെ ആണല്ലോ യേശു പഠിപ്പിച്ച്. അവിടുന്ന് വാങ്ങിപ്പോയെന്ന. അവിടുന്ന് അതാ നമ്മുടെ മാർഗം. ഒരു പ്രശ്നമാണെന്ന് കണ്ടാൽ നമ്മൾ അങ്ങ് ക്ഷമിച്ചേക്കണം. ചിലപ്പോൾ തെറ്റവരുടെ ഭാഗത്തായിരിക്കും. നമ്മൾ ക്ഷമിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും വരികയല്ല, ഗുണമേ വരുള്ളൂ. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഏത് സുവിശേഷം? കാരണം എന്നാ? ക്രിസ്തു നമ്മുടെ സമാധാനം. നീന്നധികം ധനിയാകാൻ നിധിയാം തീയിൽ ഊതി കഴിച്ചവൻ മതിയാ. ഭൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്ര ധനികനില്ലറിയ. എന്തിനാകുലം കലരും നൻ മനമേ, എന്തിനാകുലം മനമേ. യേശു നായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്ന മനമേ, എന്തിനാ യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം. കരമുയർത്തി ദൈവത്തെ മഹിതപ്പെടുത്ത്. അപ്പൊ സുവിശേഷം സമാധാനത്തിൻ്റെതാ. സമാധാനം. അതുകൊണ്ടല്ലോ മുമ്പേ ഇവിടെ ജനപ്രതിനിധികളും ഒക്കെ MP, ബഹുമാനപ്പെട്ട MP ഒക്കെ പറഞ്ഞു. അവരുമൊക്കെ വിളവിനാൽ അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ടോ. പ്രശ്നങ്ങളാ പലയിടത്തും. പക്ഷെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് പരസ്യയോഗം നടത്തുക, ഒരു ഉപദേശി മൈക്ക് ഒക്കെ കെട്ടി, ചെറിയ ഹാൻഡ് മൈക്ക, വലുതൊന്നുമല്ല, അത് വെച്ച് പരസ്യയോഗം നടത്തുമ്പോൾ ചില മുമ്പേ പറഞ്ഞ ചില വിദ്വാന്മാർ വന്ന് ഉടനെ തന്നെ ഈ പാവം പിടിച്ച് ഉപദേശി മൈക്കും എടുത്തോണ്ട് ഉടനെ അവിടെ നിന്ന് അങ്ങ് പോവുക. അതിനാ ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സമാധാനം. അതേസമയം വേറൊരു പാർട്ടിക്കാർ നടത്തുന്ന യോഗത്തിന് ഈ പൂഞ്ഞാൻ ചെന്ന് കൊടി ഒന്ന് എടുക്കുവോ, സാറ് സമാധാനം പറ, എടുത്താൽ തന്നെ ആയിരിക്കും വിഷയം. അവൻ പോകുകയല്ല, അഥവാ ചെന്നാൽ അടിയും കൊടുത്തു. അതാ പുള്ളിക്കറിയാം അതിന്റെ വകുപ്പ്. അപ്പൊ എന്താ ഞങ്ങളിത് ചെയ്യാത്തതിന്റെ കാര്യം? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒന്ന് കൊടുക്കണമെന്നാണോ? വേണ്ട, കൊടുക്കണ്ട. അതാ നമ്മുടെ മാർഗം. ഇതാ ഒന്നും പ്രതികരിക്കത്തില്ല. അന്നേരം നമ്മൾ അവിടെ നിന്ന് പോകുക. ചിലടത്ത് പ്രാർത്ഥനയ്ക്കൊക്കെ ചെല്ലുമ്പോൾ പ്രശ്നമാണ്, നമ്മൾ ഉടനെ ഒഴിഞ്ഞു മാറുക. എത്ര സഭാഗോള് തല്ലി പൊളിച്ചു, ബൈബിള് കത്തിച്ചില്ലേ, കൺവെൻഷനെ ട്യൂബിലൈറ്റ് അടിച്ചൊടിച്ചില്ലേ, എല്ലാം തകർത്തില്ലേ, ബൈബിള് തട്ടിപ്പറിച്ചില്ലയോ, ഒന്നും പ്രതികരിച്ചില്ല. എന്നാ ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ദൈവത്തിന്റെ മഹത്വം. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരും ഒക്കെ നല്ല ആരോഗ്യമുള്ളവരുണ്ട്. വേണേ ഒരു പൊട്ടിയിലൊക്കെ പൊട്ടിക്കാൻ ആകമുള്ളൂ. ഞാൻ തല്ലുകയല്ല, എന്നെ തല്ലിയ നിന്ന് കൊള്ളുക, അല്ലാതെ. ദൈവത്തിന് മഹത്വം. നമ്മുടെ മാർഗം ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെന്നാൽ അവന് സമാധാനം.
സുവിശേഷം ഒരു കുടുംബത്തിൽ ചെന്നാൽ ആ കുടുംബത്തിന് അനുഭവിക്കുന്നവരായി ഇതിനകത്തിരിക്കുന്നേ. ആ കുടുംബത്തിന് സമാധാനം. സുവിശേഷം ഒരു ദേശത്ത് ചെന്നാൽ ദേശത്തിന് സമാധാനം. സുവിശേഷം ഒരു സംസ്ഥാനത്തെത്തിയാൽ ആ സംസ്ഥാനത്ത് സമാധാനം. ഒരു രാജ്യത്തെത്തിയാൽ രാജ്യത്തിന് സമാധാനം. കാരണം ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അപ്പൊ എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, രക്ഷിക്കുന്ന മാർഗം. രണ്ട്, സമാധാനത്തിന്റെ മാർഗം. ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം പെടാ, അതിനെ ഇന്ന് നോക്കൂ. വായിച്ചേ, തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചു. 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. തോമസ് ഞാൻ ഈ മൈക്കൂടെ തരാം. ഞാൻ ഇടയ്ക്ക് പഴയ പാട്ടറിയാവുന്നുണ്ട്, ചിലപ്പോൾ 2 ചീല് പാടും. പിടിച്ചോ. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ തീപ്പൊയ്ക, ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക, രാപകൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീപ്പൊയ്ക. വേറെ പുസ്തകത്തിൽ വേറൊരു പ്രയോഗമുണ്ട്, 2-ാം മരണം. ആ മരണത്തെ നീക്കുന്ന മാർഗമാണ് സുവിശേഷം. ആ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഈ സുവിശേഷം ഇനിയും അറിയിക്കണം. അത് അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കുവോ അത് അവനവന്റെ ഇഷ്ടമാ. ആരെയും നിർബന്ധിക്കരുത്, സമ്മർദ്ദം ചെലുത്തരുത്. പക്ഷെ പറയേണ്ട കടമ നമ്മുടേതാ. ദൈവം നമ്മളെ പരമേൽപ്പിച്ചു. അത് കക്ഷിപക്ഷ വർഗ വർണ്ണ വ്യത്യാസം നോക്കാതെ അറിയാവുന്ന ഭാഷയിൽ ലഭിക്കുന്ന കൃപയ്ക്കനുസരിച്ച് എവിടെയും ഉയർത്തണം സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. അജ്ഞാനന്ധത ആകയകറ്റും വിജ്ഞാന കതിർ വീശും. അജ്ഞാനന്ധത ആകയകറ്റും വിജ്ഞാന കതിർ വീശും. വേദാന്ത പൊരുൾ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. വേദാന്ത പൊരുൾ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. മംഗള ജയ ജയ സന്ദേശം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അപ്പോൾ ഇതാണ് സുവിശേഷം. എന്ത്? ഒന്ന്, രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. 2, ഇത് സമാധാനം തരുന്ന മാർഗമാ സുവിശേഷം. 3, നിത്യമരണത്തിൽ നിന്ന് ജീവരക്ഷ തരുന്ന മാർഗമാ സുവിശേഷം. നിങ്ങൾ അവിടെ ഇരിക്കുന്നതാ നല്ലതല്ലേ? പിന്നെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതാ നല്ലത്. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം. ആ സുവിശേഷമാ ഈ ദിവസങ്ങളിൽ ഇവിടെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സുവിശേഷത്തിന്റെ സാക്ഷികളായിരിക്കുന്ന എൻ്റെ സഹപടന്മാരായ എല്ലാ മാന്യ കർത്തദാസന്മാർ, വേദിയിൽ സദസ്സിലും ഇരിക്കുന്ന ദൈവദാസന്മാരെ, അവൻ അപേക്ഷയല്ല കൽപ്പിച്ചു തന്നെ പറയുക, ജീവൻ പോകേണ്ടി വന്നാലും ഇത് അറിയിച്ചോണം. ആരംഗീകരിക്കും അതൊക്കെ അവനവന്റെ ഇഷ്ടം. പക്ഷെ പറയേണ്ട കർത്തവ്യം നമ്മുടേതാണ്. ദൈവത്തിന് മഹത്വം. ആ സുവിശേഷം. അപ്പോൾ അങ്ങനെയുള്ളൊരു സുവിശേഷ പ്രവാചകനാണ് യെശയ്യാവ്. യെശയ്യാവിന് അങ്ങനെ വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ. കാരണം യെശയ്യാവ് നന്നായി ശുശ്രൂഷ ചെയ്തു. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ, ഒറ്റ വാക്ക് പറഞ്ഞാൽ അവിടുത്തെ ഭരണം വരെ, അല്ല അതിനപ്പുറത്തെ കാര്യവും യെശയ്യാവിന് ദൈവം വെളിപ്പെടുത്തി. അതുകൊണ്ട് ഇദ്ദേഹം യേശുക്രിസ്തുവിനെ പറ്റി അടുക്കടുക്കായിട്ടാണ് പ്രവചിച്ചത്. ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് സുവിശേഷ പ്രവാചകൻ മാത്രമല്ല. യെശയ്യാ പ്രവചനത്തിന്റെ വിശേഷത, പുള്ളി ഒരു പ്രവാചകനും ആ ഭാര്യ ഒരു പ്രവാചകയാണ്. രണ്ടുപേരും ശുശ്രൂഷയാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്. ഭാര്യയും ഭർത്താവും പ്രവചിക്കുക എന്നുള്ളത്. ഇത് ചിലരെ പ്രവചിച്ചു വരുമ്പോൾ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരികയല്ല. ചിലടത്ത് ഭാര്യ പ്രവചിക്കാനേ ഭർത്താവിനും ഇഷ്ടപ്പെട്ടെന്ന് വരികയല്ല. അങ്ങനെയൊക്കെ ഉള്ള ധാരാളം കുടുംബങ്ങളും വ്യക്തികളുമുണ്ട്. എന്നാൽ ഇത് രണ്ടുപേരും പ്രവാചകരാണ്. 2 പിള്ളേരുമുണ്ട്. ഒരു ചെറുക്കൻ്റെ പേര് വലിയ പേരാ, നമുക്കറിയാമല്ലോ, 8-ാം അധ്യായത്തിൽ ഇല്ലയോ? മകരശാലയിൽ ഹാഷ്. ഒന്ന് വായിച്ചു തരാം. നിങ്ങൾ 2 പേരിൽ ആരെങ്കിലും വായിച്ചു? അതൊരു ചെറുക്കൻ്റെ പേര്. വേറൊരു ചെറുക്കൻ്റെ പേര് 7-3 വായിച്ചു. 7-3. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളിച്ചെയ്തെന്നാൽ, നീയും നിന്റെ മകൻ ഷെയർ-യാശൂബും 2 ആൺപിള്ളേരാ. നല്ലൊരു കുടുംബമാണ്. 2 ആൺപിള്ളേരും ഭാര്യ പ്രവാചകി, ഇദ്ദേഹവും പ്രവാചകൻ. മാത്രമല്ല രാജകുടുംബത്തിൽപ്പെട്ടയാളാ, റോയൽ ഫാമിലിയാ.
നല്ല കുടുംബമാണ്. അപ്പം ഈ ചില ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്ന ഗതികെട്ടവരായി ഇങ്ങനെയൊക്കെ നടക്കുന്നെന്നാ. ഏതാ ലോകക്കാരുടെ ചിന്തയെ ഗതികേട് പിടിച്ചവരാ ഇങ്ങനെയൊക്കെ നടന്ന. ഇത് നോക്കിയ പ്രവചന ശുശ്രൂഷ 50 കൊല്ലം പ്രവചിച്ചു. 50 കൊല്ലം ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. 50 കൊല്ലം ശുശ്രൂഷ ചെയ്തു. ദൈവത്തിന് മഹത്വം. രാജകുടുംബം. അപ്പൊ ഈ ശുശ്രൂഷ ചെറ്റക്കുടിലിൽ പാർക്കുന്നവനും ചെയ്യാം, രാജകുടുംബത്തിൽ പാർക്കുന്നവനും ചെയ്യാം. ദൈവം അങ്ങനെ ഈ ശുശ്രൂഷ കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് മാത്രമല്ല, മിടുക്കന്മാർക്ക് മാത്രമല്ല, ശ്രേഷ്ഠന്മാരെന്ന് ലോകം വെച്ചവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് ചെയ്യാം. വിളവിനാ കുടുംബത്തിലുള്ളവർക്കും ചെയ്യാം, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കും ചെയ്യാം. നിങ്ങളുടെ ഒപ്പം ഒക്കുകയല്ല ഞാൻ, അത് തുറന്ന് പറയുന്നതിന് എന്നാ. ദൈവത്തിന് മഹത്വം. ലോകപരമായിട്ടായി പറഞ്ഞ്, പക്ഷെ രണ്ടു കൂട്ടരെയും ദൈവം തിരഞ്ഞെടുത്തെന്നുള്ളതാണ്. അതാ ഈ ശുശ്രൂഷയുടെ വിശേഷത. സാറ ഒരിക്കലൊരു പാട്ട് പാടി. നിജരായി ഗണിച്ചിരുന്ന പേത്രരാധികായ ദിവ്യ കൃപയാൽ ശേഷി കൊണ്ടലങ്കരിച്ചു പാരം പ്രക്ഷണം ചെയ്തവനിൽ ഗുരുക്കളാക്കി മാനുവൽ മനുജസുതാ നിന്റെ മാനമേറും വണങ്ങി ഞങ്ങൾ മംഗളമോതിടും നീതാ നിത്യമഹിമയുണ്ടായിടട്ടെ മാനുവൽ മനുജസുതാ. അപ്പൊ വരി നല്ല വരിക. സാറിന്റെ പ്രയോഗമല്ലേ? നീചരായി ഗണിച്ചിരുന്ന. ഏതാ ആ കൊള്ളുകേല, കഴിവില്ല, വിദ്യാഭ്യാസമില്ല, പത്രാസും പടകും ഒന്നുമില്ലെന്നൊക്കെ ചിന്തിച്ച ആൾക്കാരാ നീചരായി ഗണിച്ചിരുന്ന പേത്രന്ന് ഉദ്ദേശിച്ചത് പത്രോസ്. അതാ സാറിന്റെ പ്രയോഗം, ഭാഷയുടെ പ്രയോഗമാ. പേത്ര. നീചരായി ഗണിച്ചിരുന്ന പേത്രരാധികായ ധീവരർ മുക്കുവന്മാർ, മത്സ്യത്തൊഴിലാളികള്, ധീവരർ. നീചരായി. നമ്മൾ മിക്കതും അർത്ഥം അറിയാൻ അങ്ങ് പാടി വിടുക, പിന്നെ എന്തേലും ആട്ടെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ഓർത്ത്. പക്ഷെ അർത്ഥവും കൂടെ അറിഞ്ഞ് പാടിയ കത്തും. പിന്നെ ഒരു ദിനോട് ഞാൻ ഒരിക്കലും ഒരു പാട്ട് പാടിയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തുവാ മോനെ അർത്ഥം? അതെന്തുവാ? അടവി തരുക്കളിനിടയിൽ ഒരു ഭയങ്കര അടവി വരുമ്പോൾ നാരകം പോലെ നമ്മൾ നിൽക്കണം. അടവിയല്ലേ, കൊടുങ്കാറ്റും അടവിയൊക്കെ വരുമ്പം അവനതേ അറിയാമോ? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ നീചരായി ഗണിച്ചിരുന്ന പത്രോസ്, ആദിയായ ധീവരർ മുക്കുവന്മാർ. നിജരായി ഗണിച്ചിരുന്ന പേത്രരാധിയായ ധീവരരെ ദിവ്യ കൃപയാൽ ശേഷി കൊണ്ടലങ്കരിച്ചു പാരം പ്രക്ഷണം ചെയ്തവനിൽ ഗുരുക്കളാക്കി മാനുവൽ മനുജസുത നിന്റെ മാനമേറും തൃപ്പാദങ്ങൾ വണങ്ങി ആ മംഗളമോതിടും നീതാ നിത്യം മഹിമയുണ്ടായിടട്ടെ മാനുവൽ മനുജസുത. അല്പമുപകരണം കൊണ്ടു നൽപടുന്ന മകത്തായ വേലകൾ ചെയ്തും ശില്പികൾ കൂടയവന് നീയേജിൽ പുരുഷൻ ചിരന്തര നമസ്കാരം മാനുവൽ മനുജസുത നിന്റെ മാനമേറും. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവർക്കും ചിലപ്പോ ഈ പാട്ടൊന്നും അറിയത്തില്ല. കുഞ്ചച്ചേട്ടത്തെ അച്ചായം പാടുന്ന കണ്ട പഴയ ബ്രദറാ, അതുകൊണ്ടാ. ചിലരൊക്കെ ചൂണ്ടനക്കുന്നുണ്ട്. തോമസോടിച്ചാന്റെ പാട്ടറിയാം, എനിക്കറിയാം, പാട്ട് അറിയാം. കർത്താവിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, റോയൽ ഫാമിലിപ്പെട്ട ആളാ യെശയ്യാവ്. എല്ലാം രാജകുടുംബത്തിൽപ്പെട്ടയാൾ. 50 വർഷം ശുശ്രൂഷിക്കുന്നു. ഭാര്യ പ്രവാചക, 2 ആൺപിള്ളേര്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ കാലം, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ശുശ്രൂഷയുടെ കാലം ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കറിയാം. പ്രഗത്ഭന്മാരുടെ കാലത്താണ് ശുശ്രൂഷിക്കുന്നത്. വായിച്ചേ 1:1, യെശയ്യാവ് 1:1. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കീയാവ് 4 കക്ഷികളുടെ കാലത്താണ് ശുശ്രൂഷിക്കുന്നത്. 4 നല്ല ഏറ്റ പുള്ളിക്കാരാ. ഏതാ? ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കീയാവ്. 4 എണ്ണം. ഒന്നുകൊന്നൊക്കെ മെച്ചവാ. അയ്യോ, ഇവരുടെ കാലത്ത് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ.
ചില സഭയിലൊക്കെ ചില പാസ്റ്റർമാരിക്കുമ്പോൾ ചോദിക്കലേ എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്, ഇന്നടത്തിന് അവിടെ ഇരുന്നതാന്നോ എന്നാ പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്നതാ. ഓ, എങ്ങനെ ഇരുന്നു? അവിടെ ഇരുന്നു. അവിടെ അല്ലയോ വടക്കാളി ജോർജ്, ഞാനൊരു പേരങ്ങ് പറയുക. ജോർജാണ് അവിടെ. അയ്യോ, നൊണമേരി ആ സഭയിലല്ലേ? നൊണമേരി അവിടെ എങ്ങനെ ഇരുന്നു? ഇന്നാളൊരാൾ ചോദിച്ചു, പാരക്കറിയാച്ചൻ ഇപ്പോൾ കൊണ്ടുവന്ന്. കറിയാച്ചൻ എന്നാ പേര്, പാര വെക്ക, അതിനെ പാരക്കറിയാച്ചൻ. അപ്പൊ പാരക്കറിയാച്ചനും നൊണമേരിയും വടക്കാളി ജോർജും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലെ ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടാ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഈ വമ്പൻ രാജാക്കന്മാര് 4 പേരുടെ കാലത്താ ശക്തമായി ശുശ്രൂഷ യെശയ്യാവ് ചെയ്തത്. ഒന്നുകൂടെ ആ പേരുകളൊന്ന് വായിച്ചോ കർത്തൃദാസനെ. യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷിച്ചു. ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് 4 നല്ല പറ്റിയ പുള്ളിക്കാരാ. തവിക്കൊത്ത കണയെന്ന് പറഞ്ഞതുപോലെ. എന്തുവാ 4 പേര്? ഓടിച്ചങ്ങ് പറയാം. ഒരുത്തനെ നിങ്ങൾക്കറിയാം, പള്ളി കിടന്ന് വഴക്കുണ്ടാക്കുന്നവനാ ഉസ്സിയാവ്. വായിച്ച് 26:16 ആദ്യം വായിക്കണം, അത് കഴിഞ്ഞ് 19. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26:16, പിന്നെ അതിന്റെ 19 വായിര്. എന്നാൽ അവൻ ബലവാനായപ്പോൾ, ഇവനെ ബലവാൻ എന്ന് പറഞ്ഞാൽ ഉസ്സിയാവിനെ പറ്റിയാ. ഇച്ചിരി കാശും പുത്തനും ചുറ്റുപാടും ഒക്കെ ആയപ്പം ഇച്ചിരി അഹങ്കാരവും ഒക്കെ അങ്ങനാന്നല്ലോ, സ്വാഭാവികം. ആ മനുഷ്യന്റെയൊക്കെ പ്രകൃതി അങ്ങനാ. പരുവക്കേട് കാലത്ത് ആരും കാണുകയല്ല. കവി അങ്ങനാ പറഞ്ഞ്, സുഖത്തിലുണ്ടാ സഖിമാൻ അനേകർ, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. കാശും പുത്തനും ഇല്ലെങ്കിൽ ആരും കാണുകയല്ല. കാശും പുത്തനും കൊണ്ട് ബിൽസച്ചാൻ എൻ്റെ അടുത്ത ആളാന്ന് പറയും. അപ്പച്ചൻ ഇറങ്ങിയ കാലത്ത് ആരും, സത്യം പറയണം, അങ്ങനെ തന്നെ. അപ്പച്ചൻ ഇറങ്ങിയപ്പോളേ അടിയും ബഹളവും കാലുവാരി എറിയുകയും അന്ന് വലിയ ഗതിയൊന്നും ഭൗതികം ഞാൻ എന്നെ നോക്ക് ഉള്ള കാര്യമായി പറയുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് ദൈവം ഭൗതിക നന്മയും പിള്ളേരെ എല്ലാം മാനിച്ചപ്പോ ഇപ്പൊ എല്ലാരും അങ്ങ് നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ? അല്ല, പുള്ളിയുടെ കാര്യം പറയാന്നെ പിന്നെ വേറൊരുത്തന്റെ പറയുമ്പോ അവൻ കൊങ്ങാക്കി പിടിച്ചാൽ എടുക്കും. മനുഷ്യന്റെ എല്ലാം പ്രകൃതി അങ്ങനെ. കാശും പുത്തനും ചുറ്റുപാടും കൊണ്ട് പറയാം, എന്റെ ഫസ്റ്റ് കസിൻ. ഇതൊന്നുമില്ലെങ്കിൽ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നിട്ട് നമ്മൾ വയ്ക്കുക, നിങ്ങളുടെ ബ്രദർ അല്ലേ നമ്മളെ? പുള്ളിയെ കണ്ടിട്ടുണ്ട്. പുള്ളി എവിടെ? മുണ്ടുകോട്ടക്കാരനാണോ? ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ. ചോദിക്കാം, മുണ്ടുകോട്ടക്കാരനാണോ എന്ന്. മനുഷ്യന്റെ എല്ലാം പ്രകൃതി അങ്ങനെ. അല്ല, ഞാൻ ഓഡിയൻസിനോടും പറയാം, സഭയിലൊക്കെ ചിലരിങ്ങനെ പാവം കളിച്ചിരിക്കും. അപ്പോ നമ്മളവർക്ക് ഇവൻ പാവമല്ല, കാശും പുത്തനും ഇല്ലാഞ്ഞോണ്ട് ഇവൻ പമ്മിയിരിക്കുക. ഇവന്റെ 10 രൂപ കിട്ടുമ്പോൾ ഇവനെ തനിനിറം വെളിപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചോ? സഭയിലൊക്കെ വരുമ്പോ പാവം പിടിച്ച് നിൽക്കുന്നതൊക്കെ കാണാം. നമ്മളങ്ങ് നോക്കി പോയി പാവമാണ്, ഒരു പാവവും ഇല്ല. ഇവൻ വലിയ കാട്ടാനയ്ക്ക് ലാട പഠിച്ചവനാ. ഇപ്പൊ ഇവൻ പമ്മി ഇരിക്കുന്നത് ഇവന്റെ പിടിപ്പൊന്നും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ഇത് നിങ്ങൾക്ക് എത്ര എണ്ണത്തിനെ അറിയാം ഇല്ലേ? അമേരിക്കയിലോ പേർഷ്യയിലോ ഗൾഫിലോ കാനഡയിലോ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ അവർക്ക് മലയാളം അന്നേരം ഒറ്റ ഇടി കൊടുക്കണം. അന്നേരം അയ്യോ, അത് നല്ല മലയാളമല്ലേ, അത് നല്ല മലയാളമല്ലേ. അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോ എല്ലാരും അല്ലെങ്കിലും പിള്ളേർക്ക് മലയാളം അറിയത്തില്ല. അവരൊന്ന് തെറി പറഞ്ഞ അവർ അന്നേരം ചെന്ന് പറയാം, അയാൾ എന്നെ തെറി പറഞ്ഞെന്ന്. അവൻ മലയാളം അറിയല്ലേ? സത്യം പറ തോന്നിച്ചാ. അവിടെ ദീർഘവർഷങ്ങളായി പാർത്ത് ജനിച്ചു വളർന്നവരുണ്ട്, അവരുടെ കാര്യമല്ല. 2-3 വർഷമായുള്ള അങ്ങോട്ട് പോയിട്ട് അവന് ഒട്ടും ഒന്നും. പണ്ടൊരുത്തം പോയിച്ച് 2 വർഷം കഴിഞ്ഞ് വന്ന് വെച്ചു, ഈ കായ എന്നാന്ന് തെങ്ങ ചൂണ്ടി വെച്ച്, ഇത് എന്നാ കായാന്ന്. ഇപ്പോൾ ഒരുത്തം പറഞ്ഞ്, നീ ഇത് ഇട്ട് കാട്ട് മോട്ടിച്ചാനല്ലോടാ ഇവിടുന്ന് ബോംബെ ചാടി പിന്നെ അവിടുന്ന് കപ്പലെ കയറി പുജറായി ചെന്ന് പമ്മി ഇറങ്ങിയേച്ച് കൊച്ചുവെള്ളത്തെ കയറി. കേട്ടിട്ടുണ്ട് ഞാൻ, എനിക്ക് അറിയത്തില്ലെങ്കിലും പണ്ട് കാലത്തൊക്കെ പോയ പല ആൾക്കാർക്കും വിദ്യാഭ്യാസം ഒന്നും അധികം ഇല്ല. പിന്നെ സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞപ്പോൾ കല്യാണക്കുറി കൊണ്ട് കൊടുത്തെന്ന സൈഡെല്ലാം ഗിൽറ്റ്. അറബിക്ക് വല്ലോ, അറബി എടുത്ത് ഭയങ്കര ഡിഗ്രിയാ. അപ്പൊ ചോദിച്ചു, ഏത് യൂണിവേഴ്സിറ്റി? കുമ്പനാട് യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പോലും ഇല്ല. ഇനി ഉണ്ടാകുമെന്നും എനിക്ക് വലിയ പ്രതീക്ഷ.
ഞാൻ കൊച്ചാക്കാൻ പറഞ്ഞതല്ല. ഇങ്ങനൊക്കെ പോയി 10 പുത്തനും ഒക്കെ കിട്ടി കഴിയുമ്പോൾ ചിലർക്ക് അഹങ്കാരം കൂടും. പക്ഷേ അന്നേരം വിനയമുള്ള ചിലരുണ്ട്. സമ്പത്ത് കൂടുമ്പോഴും ഭക്തിയോടെ ജീവിക്കുന്നവരുണ്ട്. അത് സമ്പത്ത് പാപമൊന്നുമല്ല. പുസ്തകം പഠിപ്പിക്കുന്ന പ്രമാണം സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ബലം ദൈവത്തിനുള്ളതാ. കുരുകില് മാറിപ്പോകുന്നത് പോലെ നിന്റെ കാശ് തീരും, നിന്റെ ആരോഗ്യം, ഒരു അസുഖം വന്നാൽ മതി തീരും. നിന്റെ സാമുദായിക ബലം അതൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ പൗലോസ് പറയാ, കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെട്. അപ്പൊ അല്പം കാശും പുത്തനും ചുറ്റുപാടും ഒക്കെ വരുമ്പോൾ ബന്ധം കൂടി. ഇവിടെ പുള്ളിക്ക് കാശുണ്ടപ്പം ബലവാനായപ്പോൾ എല്ലാ നിലയിലും ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് അയ്യോ ഗതികേട് പിടിക്കാൻ പോ നാശത്തിന് നികളിച്ചു. പിന്നെ അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. നിങ്ങൾക്ക് വചനം അറിയാം, അതുകൊണ്ട് എല്ലാം വായിപ്പിക്കുന്നില്ല. ഇവനെ കാശും പുത്തനും ചുറ്റുപാടുമായപ്പോൾ ഇവനകത്ത് പള്ളിക്കകത്ത് കയറി ധൂപം കാട്ടാനിരങ്ങി. അപ്പൊ പുരോഹിതൻ പറഞ്ഞു, ഉസിയാവേ, ഇത് രാജാക്കന്മാരുടെ ശുശ്രൂഷയല്ല, ഇത് പുരോഹിതന്മാരുടെ. ഉടനെ അവൻ പറഞ്ഞു, ഞാനാ ഇപ്പൊ ഇത് ചില സഭയിലൊക്കെ ചിലർ ഇരുത്തുന്നത് ചില സഹോദരന്മാരാ. സണ്ടർപാസയ്ക്ക് യാതൊരു വിലയില്ല. പുള്ളി ഇങ്ങനെ പേരിനിരിക്കുന്നതേ ഉള്ളൂ. സ്ഥലം മാറ്റത്തിന് ചോദിക്കുക, ചുണയുണ്ടേ എന്നെ മാറ്റാവോന്ന്. പുള്ളിക്ക് ഇനിയിപ്പോ ചുണയുണ്ടാകുമെന്ന് എനിക്കും വലിയ. അയ്യോ, പണ്ടും ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെയാന്നേ. പിടിപ്പുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറും. സാധുക്കളാകുന്നവർക്ക് ഇപ്പോഴും മിഷൻ ദേശം തന്നെ. മിടുക്കന്മാരെല്ലാം അങ്ങനല്ലേ. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ നീ എന്നാ അന്തരീക്ഷം, സ്റ്റേജിൽ അന്തരീക്ഷം പോകുന്നേ. ദൈവത്തിന് മഹത്വം. എന്നാൽ നടത്തിപ്പുകാര് പറയുന്ന അനുസരിച്ച് പോകുന്നവരുണ്ട്. എൻ്റെ സഹോദരന്മാരെ, ദൈവദാസന്മാരെ, അവർക്ക് ഒരു കുഴപ്പവും വരികയല്ല. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടെല്ലാം മാറും. പക്ഷെ കർത്താവ് വരാൻ താമസിച്ചാൽ നിന്റെ സന്തതിക്ക് ഒരു കുഴപ്പവും വരികയല്ല. പക്ഷെ കടുംപിടുത്തത്തോടെ പിടിവാശിയോടെ നടത്തിപ്പുകാർക്കെതിരെ നിന്ന് ആരേലും പിടിവാശി വന്നെ കുറെ കഴിയുമ്പോഴൊക്കെ അനുഭവിക്കും. എന്നാൽ ദോഷമോ ഗുണമോ എന്താകട്ടെ, നടത്തിപ്പുകാർ ഒരു കാര്യം പറഞ്ഞാൽ നീ വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ അനുസരിച്ചാൽ ഒന്നുകൂടെ ഉറപ്പിച്ചും തറപ്പിച്ചും വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്ത് പറയാ, അവിടുത്തെ വരവ് താമസിച്ചാൽ നിനക്കും നിന്റെ സന്തതിക്കും ഒരു കുഴപ്പവും വരികയില്ല. അറിയാത്ത വഴികളെ ദൈവം തുറക്കും. ഉദ്ദേശിക്കാത്ത പാതകൾ ദൈവം വെട്ടി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ്. അവിടെ മുമ്പോട്ട് ഓടിച്ചു പോകാൻ സമയം പോകുന്നല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവന് പുരോഹിതന്മാര് ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യാൻ അകത്ത് ചെന്നു. ഇനി അതിന്റെ 19-ാം വാക്യം വായിച്ചേ. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കി. കോപിച്ച് എട്ടഞ്ഞ് പ്രശ്നമായി. സഭാകോളി വന്ന് വഴക്കുണ്ടാക്കരുത്. നിന്റെ പരിപ്പ് ദൈവം ഇളക്കും. ഏത് പൊന്നുമോനാന്നേലും. നിനക്ക് ചിലപ്പോൾ കാശ് കാണും, വിളവിനാൽ കുടുംബത്തിലായിരിക്കും, വിൽസൺ ജോസഫുമായിട്ട് പിടി കാണും, അല്ലെ കേന്ദ്രത്തിൽ പിടി കാണും, നിനക്ക് കാശുണ്ടായിരിക്കും, രാഷ്ട്രീയത്തിൽ സ്വാധീനം കാണും. പക്ഷേ നീ സഭയ്ക്കകത്ത് വന്ന് എന്തേലും ഇടംകേട് കാണിച്ചാൽ നിന്റെ ഞാൻ പറഞ്ഞോട്ടെ, അല്ലെ ഞാൻ പറയും, സഭ പ്രശ്നം ഉണ്ടാക്കേണ്ട സ്ഥലമല്ല. സഭ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന സ്ഥലമാണ്. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു. ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ ഭദ്രമായി കാത്തു. ഒന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സമയമാ സഭ. ആ സഭാരാധനയ്ക്കിടയിൽ ആമേൻ ഈർച്ചവാളിന്റെ ശബ്ദമോ, വചനത്തിൽ കൂടെ അങ്ങ് പറഞ്ഞേക്കല്ലേ തോമസ് കുടിച്ച, ഈർച്ചവാളിന്റെ ശബ്ദമോ ചുറ്റികയുടെയോ ആയുധത്തിന്റെ ശബ്ദമോ ഒന്നും കേൾക്കാൻ പാടില്ല. അവിടെ കേൾക്കേണ്ടതില്ല സ്തുതി സ്തോത്രങ്ങളാ. അത്യാചാരന് മുമ്പിൽ നൃത്തം തുടങ്ങിടുവിൻ, തപ്പോടുകിന്നരങ്ങൾ വായിപ്പി. സത്യേശ്വരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുവിൻ, തപ്പോടുകിന്നരങ്ങൾ വായിപ്പി. കൈതാളനാദമപ്രശക്യ മുടങ്ങിടട്ടെ, സാത്താൻ നടുങ്ങിടട്ടെ, ഹോശന. കൈതാളനാദമപ്രശക്യ മുടങ്ങിടട്ടെ, സാത്താൻ നടുങ്ങിടട്ടെ, ഹോശന. യാഗ്വേ സ്തുതിപ്പിനവൻ ശുദ്ധ മമനിരത്തിലാകുവാൻ ചെയ്തനു ദിഘോഷിപ്പി. യാഗ്വേ സ്തുതിപ്പിനവൻ
വൈകായ സംവിധാന ഭംഗി പരിഗണിച്ച മകേശ്വര തുതികൾ ചെയ്തി. അതെ സമയത്തെ ഭയപ്പെടുന്നത് എൻ്റെ പ്രിയരെ, സഭയിൽ ദൈവത്തെ ആരാധിക്കാനാ വരേണ്ടത്. ഈ ഉസിയാവ് സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കി ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്ക പുള്ളി ബൈബിള് കൈ വെച്ചോണ്ട് വഴക്കുണ്ടാക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിളെ കക്ഷത്തിലോട്ട് വെച്ചിട്ട് പിന്നെ ചിലര് മര്യാദക്കാരാ, നീ ബൈബിൾ ഒന്ന് പിടിച്ചേ, ഞാൻ 2 കാര്യം പറഞ്ഞേച്ച്. അത് പിന്നെ കുറച്ചുകൂടെ ഒരു മര്യാദയുണ്ട്, അതൊക്കെ അത്രയിലും ബഹുമാനമുണ്ടല്ലോ. പണ്ടൊരാൾ വഴക്കുണ്ടാക്കി പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് പുള്ളിക്ക് എറിയാനൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്തൊരു നോക്കിയപ്പോൾ കനമുണ്ടല്ലോ. പിന്നെ പറഞ്ഞ ഭാഷ ഞാൻ പൊതുവെ പറയുന്നില്ല. ക്രൂരമുഷ്ടിക്കും അടിയുണ്ടാക്കാനും പ്രശ്നം തീർക്കാനും പ്രചനമുണ്ടാക്കാനുമല്ല സഭ. തമ്മി കടിച്ചു കീറാനും തിന്നുകളയാൻ. ഗലാത്യ ലേഖനത്തിൽ അങ്ങനെയാണ്, തിന്നുകളയുന്ന അതിനല്ല സഭ. ഒരാഴ്ച മുഴുവൻ നിന്നെ കാത്ത ദൈവത്തിന് എല്ലാവരോടും ഒന്നു ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സ്ഥലമാ, ദൈവത്തെ സ്തുതിക്കേണ്ട ഇടമാ. ഇവൻ പള്ളിക്കകത്ത് കയറി വഴക്കുണ്ടാക്കും. ഉസിയാവ് അങ്ങനെ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവന്റെ കാലത്തായ യെശയ്യാവ് ശുശ്രൂഷിച്ച് എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ? യോ, സഭയെ 2 എണ്ണം വില്ലി നിൽക്കുക, അവിടെ എങ്ങനെ നമ്മൾ പ്രസംഗിക്കും? മറ്റവനിട്ട് കിട്ടുന്ന ഇവൻ ഊറി, ഇവനിട്ടാന്ന് പറഞ്ഞാൽ മറ്റവൻ എന്തായാലും പ്രശ്നമാണ്. ആ കാലത്താ യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. ഓടിച്ചു മുമ്പോട്ട് പോകാം. അപ്പൊ ഇവൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നത്. ഇവനൊരു മകനുണ്ടായിരുന്നു, പള്ളിയിൽ കയറുകയല്ല. തോമസ് 27:1. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്നു പേർ. അവൾ സാദോക്കിന്റെ പുത്രിയായിരുന്നു. അടുത്ത വാക്യം, അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെ കുറെ കാര്യമൊക്കെ ഗുണമൊക്കെ ചെയ്തു, എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. അവൻ പള്ളി കയറുകയല്ല. അപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട്. ഇവരുടെ കാലത്ത് യെശയ്യാവ് പ്രസംഗിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾ ദൈവദാസന്മാർക്ക് അറിയാം, ചില പിള്ളേര് പള്ളി വരികയല്ല. അതിനാ പിള്ളേര് പള്ളി വരാത്ത. തന്ത കണ്ടോണ്ടാ എങ്ങനെ വരും? തന്ത കടന്ന് വഴക്കാ, പിന്നെ അവൻ എന്തിനാ? അവൻ പറയാം ഞാൻ സ്വർഗീയ വിരുന്നിൽ പോവാന്ന്. നിനക്ക് പള്ളിക്കകത്ത് നീ കമ്മിറ്റിയാ കുന്തമാ കോടാലിയാന്നും പറഞ്ഞ് പ്രശ്നത്തിനല്ലേ ഇരിക്കുന്നേ. പിന്നെ നിന്റെ സന്തതി ഇതിനകത്ത് വരുമോ? എന്നെ ആ ഭാഗത്തൊരു അന്തരീക്ഷത്തിന് വ്യത്യാസം. ഇന്ന് മിക്ക ഭാഗവും അന്തരീക്ഷം മാറും. അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട് കയറുന്നില്ല. ഇവരുടെ കാലത്ത് യെശയ്യാവ് പ്രസംഗിക്കുന്നത്. ഇനി പുള്ളിക്കൊരു മകനുണ്ടായിരുന്നു, അവന് ചെയ്തത് 28:24 വായിച്ച. ആകാശ് 28:24. ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. തുടച്ചെന്നല്ല, ഉടക്കുക മാത്രമാണ്. അടുത്തത് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു. അവൻ പള്ളി പൂട്ടി. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട് കയറുകയല്ല. കൊച്ചുമോൻ വന്ന് പള്ളി, നല്ല ഫാമിലി. തീർന്നില്ല. എവന്റെ മകനാ ഹിസ്കിയാവ് അല്ലെങ്കിൽ യെഹസ്കിയാവ്. അവൻ ചെയ്തല്ലോ, അവനും കുറെ ഗുണമൊക്കെ ചെയ്തു. എന്നിട്ട് ഇവൻ വേണ്ടാധീനവും ചെയ്തു. വായിച്ചേ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിന്റെ 14 വായിച്ചേ. അപ്പോൾ യഹൂദ രാജാവായ യെഹിസ്കിയാവ് ലാഖീഷിൽ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. അശ്ശൂർ രാജാവായിട്ട് കയറി കൊമ്പ് അടുപ്പമായി. അടുത്തത്, ഞാൻ കുറ്റം ചെയ്തു. എന്തുവാ? എന്നെ വിട്ടു പോകണം. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം, ഞാൻ തരാന്ന്. പറ. അശ്ശൂർ രാജാവ് യഹൂദ രാജാവ് ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. സ്വോത്രകാഴ്ച എടുത്ത് കേസ് കളിച്ചെന്ന്.
എടാ, പുനലൂരാന്നേലും കൊള്ളാം, മുളക്കുടയാന്നേലും കൊള്ളാം, തിരുവല്ല ചാരോനാന്നേലും കൊള്ളാം, കുമ്പനാട് IPC ആന്നേലും കൊള്ളാം, TP അവിടെ ഇല്ല, ഇനി അവിടെ ആന്നേലും കൊള്ളാം, കല്ലുമലക്കാരാന്നേലും കൊള്ളാം. പാവപ്പെട്ട ദൈവമക്കൾ വീട് പണിക്കാൻ പോകുന്നവരുണ്ട്, റോഡ് പണിക്ക് പോകുന്നവരുണ്ട്, റബ്ബർ വെട്ടുന്നവരുണ്ട്, വിദേശത്തുള്ളവരും കഷ്ടപ്പെട്ട. അല്ല, ചുമ്മാ രാവിലെ അറബി കൊണ്ട് കാജിറക്കുകയല്ല. അമേരിക്കയിലുള്ളവരും കഷ്ടപ്പെട്ട, നേഴ്സുമാരും എന്ത് കഷ്ടപ്പെട്ട. അങ്ങനെ ദൈവമക്കൾ ഓരോ ജോലിക്ക് അതിൻ്റെ ബന്ധപ്പാടും കഷ്ടപ്പാടുമുണ്ട്. അടുക്കളപ്പണി ചെയ്യുന്ന, പാത്രം കഴുകാൻ പോകുന്ന മാന്യ സഹോദരിമാരുണ്ട്. അവരൊക്കെ ചെയ്ത ജോലിയുടെ ഒരു നന്മ കർത്താവിൻ്റെ വേലയ്ക്ക് സ്വോത്രകാഴ്ച ഇടുമ്പോൾ നേതാക്കന്മാരാകുന്ന മിടുക്കന്മാർ ഈ കാശെടുത്ത് കേസ് കളിച്ചാൽ അടിച്ച് നിന്റെ എല്ലാം ഇടപാട് തീർത്ത് നിന്റെ എല്ലാം കുടുംബത്തെ ദൈവം കുളത്തോട്ടും. ഇതെനിക്ക് പുനലൂരും മുളക്കുടയിലും കുമ്പനാട്ടും ഒക്കെ പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. പറയിപ്പിക്കുമോ? നല്ല ജയിലായി. പിന്നെ ഇവിടേലും എന്നെ പറയിപ്പിക്കുന്നല്ലോ. ഞാൻ കൃതാർത്ഥനാ. ദൈവത്തിന് മഹത്വം. ഓരോ രൂപയ്ക്കും വിലയുള്ളതാ. ദൈവത്തിന് ഇത് കേസ് കളിക്കാനുള്ളതല്ലെന്ന്. ഇത് അവൻ വക്കീലിന് കൊടുക്കാനുള്ളതല്ല. ഇത് അവൻ വാദിക്കാനുള്ളതല്ല. അങ്ങനെ പ്രശ്നം വരുമ്പോ സഭ ചെയ്യേണ്ടത് മുട്ടാലിരിക്കണം, മുടങ്കാലിരിക്കണം. നീ മുടങ്കാലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം വഴി തുറക്കും. ദൈവത്തിന് മകത്ത്. എന്റെ ദൈവദാസന്മാരെ സങ്കടത്തോടും മനോവേദനയോടാണ് ഇതൊക്കെ പറയുന്നത്. ആമേൻ, സ്തോത്രം. ഹിസ്കിയാവ് ഇത് മുഴുവൻ എടുത്ത് അശ്ശൂർക്ക് അപ്പം കൊടുത്തെന്ന്. ഈ കേസ് കളിക്കുന്ന കുടുംബം വിറ്റേച്ചാന്നോ സഭയുടെ കേസ് കളിക്കുന്നേ? ദൈവത്തിന് മഹത്വം. ഒരെണ്ണത്തിന് ദൈവം വിടുകയില്ല, ഒരെണ്ണത്തിന് വിടുകയില്ല. ദൈവത്തിന് മഹത്വം. 1 രൂപയ്ക്ക് വിലയുള്ളതാണ്. ചിലടത്തൊക്കെ എത്ര സ്വോത്ര കാഴ്ചയാ. അയ്യോ, അങ്ങ് കൊള്ള സങ്കേതത്തിൽ ചെന്ന പോലെ. പണ്ട് ചമ്പൽക്കാട്ടി പൂലാൻ ദേവി തോക്ക് കാണിച്ച് കാശെടുക്കടാന്ന്. ഇവിടെ തോക്കില്ലെന്നേ ഉള്ളൂ. നാളെടുത്താൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നില്ല ഏറ്റവും മുടുത്തത് ഇടാൻ. അയ്യോ, വണ്ടിക്കൂലിക്ക് മാത്രമോ കയ്യിൽ? എന്തൊരു അക്രമമാണെന്നോർത്ത്. ഇവിടെ ഇത് ദൈവത്തിന്റെ വേലയാണ്. ദൈവം വഴി തുറന്നോളും. ഇവിടെ കിടന്ന് പണ്ടപ്പാര് പറഞ്ഞ ആർത്തിപ്പണ്ടാരമായിട്ട് ചുമ്മാ കിടന്ന് തണ്ടരുത്. നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ടുതരും. അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നുമായി പറയാൻ അനുഭവിച്ചവരായി ഇതിനകത്തിരിക്കുന്നവര്. ദൈവത്തിന് മഹത്വം. ഇരിക്കുന്നിടത്ത് ദൈവം ആകാശം തുറന്ന് ഇറക്കി തരുമെന്നേ. ദൈവത്തിന് മഹത്വം. കേട്ടിട്ടുണ്ട്. ഇപ്പൊ TC കോശി അവരുടെ കാര്യം പറഞ്ഞ കൊണ്ട് കല്ലിശ്ശേരി വേല അപ്പച്ചൻ ഒത്തിരി അനുഭവ സാക്ഷ്യമുണ്ട്. അതെല്ലാം അദ്ദേഹം പറയാറുണ്ട്, ഞാൻ വായിച്ചിട്ടുമുണ്ട്. എങ്കിലും സന്ദർഭം കല്ലിശ്ശേരി വേല അന്ന് ഭക്തൻകുട്ടി അപ്പച്ചൻ വേല ചെയ്യുന്ന കാലമാണ്. സങ്കേതമുണ്ട് കല്ലിശ്ശേരിയിലെ. അർത്ഥപ്പട്ടിണി, മുഴുപ്പട്ടിണി, 3 ദിവസം പട്ടിണി, ഒന്നുമില്ല. രാത്രിയിൽ ഇങ്ങനെ പുകയ്ക്കുന്നുണ്ട്. 3 ദിവസം മുഴുപട്ടിണി, വളരെ ബുദ്ധിമുട്ട്. വേല ചെയ്യാന്ന് TG ഉമ്മച്ചൻ അവർകളും പത്തിച്ചറയോനാച്ചനും ഒക്കെ ഒന്ന് യോഗം നടത്തി. ഭക്ഷിക്കാനൊന്നുമില്ല, കൊടുക്കാനും ഒന്നുമില്ല. അന്നത്തെ കാലം കേട്ടിട്ടുണ്ട്. ദൂരേന്ന് വന്നൊരു വണ്ടി വാതൊക്കെ വന്നപ്പം ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ അവർ പാതിരാത്രി സമയം അവരിങ്ങനെ നോക്കി മനുഷ്യവാസം വല്ലതും അടുത്തുണ്ടോ. അപ്പോൾ ഒരു അരണ്ട വെളിച്ചം കണ്ട് നേരെ അങ്ങോട്ട് ചെന്നപ്പോൾ അതിനകത്തിരുന്ന് ഭക്തൻകുട്ടിയപ്പച്ചൻ സ്തോത്രം ചെയ്യുക, ദൈവം വഴി തുറക്കാൻ വേണ്ടി. ചെന്നിച്ചിരി വെള്ളം ചോദിച്ചു, വെള്ളം എടുത്തു കൊടുത്തു. അവരാ വണ്ടിയെല്ലാം അതിൻ്റെ എന്തോ ടയറിനോ എന്തോ ഒക്കെ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ആ വണ്ടിയിൽ വേറെ 3-4 പേരുണ്ടായിരുന്നു. കുറച്ചേറെ സാധനം കൊണ്ട് വെച്ചേച്ച് പറഞ്ഞു, ഇതൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുക, ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പം ഇതിൻ്റെ നന്നാക്കി പിന്നെ താമസിക്കും, ചീത്തയാക്കി ഇതെടുത്തോളാൻ. കുറേയേറെ ഭക്ഷണ സാധനങ്ങൾ, കുറച്ച് പലചരക്ക് സാധനവും. ദൈവം വഴി തുറക്കുമോ? ദൈവം നീ ഇരിക്കുന്നിടത്ത് കൊണ്ടുവരുമെന്നായി പറഞ്ഞത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ എത്ര 100 സംഭവങ്ങൾ ഞാൻ സന്ദർഭമായിട്ടൊന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിത്തറി പറയാനുണ്ട്. ആ പന്തലിരിക്കുന്നവരുടെ കല്ലോട്ട് മൈക്ക് കൊടുത്താൽ ഇതുപോലെ ആയിരക്കണക്കിന് വിഷയം പറയും. ദൈവം തുറക്കും, ദൈവം തുറക്കും, ദൈവം തുറക്കും. കാക്കകളെ നോക്കിയിട്ട് മീൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്ത് കള്ളപ്പൂരയൊന്നു നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ ചേർന്ന് നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ
വളരുന്നല്ലോ നന്നായി വാനിലെ പറവകൾ, വയലിലെ താമരകൾ. വളരുന്നല്ലോ നന്നായി വാനിലെ പറവകൾ ഉന്നല്ലോ, എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഒന്നോ ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ എനിക്കായി കരുതുവാൻ. സോറി, കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ലെന്നായി പറഞ്ഞാൽ. അപ്പൊ ഇവന് ഈ ദൈവാലയത്തിലെ നന്മയെല്ലാം എടുത്ത് അശ്ശൂർ രാജാവിന് കൊടുക്കും. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ച് ദൈവദാസന്മാരെ. യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാക്കീശിൽ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ടു മടങ്ങിപ്പോകണമെന്ന് നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചു. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴയല്ല, ഞാൻ നിനക്ക് അടച്ചുകൊള്ളാന്ന്. അശ്ശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. എങ്ങനുണ്ട്? വല്യപ്പൻ പള്ളിക്കകത്ത് വടക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകല, കൊച്ചുമോൻ പള്ളി പൂട്ടി, കൊച്ചുമോന്റെ മകൻ പള്ളിക്കകത്തതെല്ലാം കൂടെ എടുത്ത് കൊടുക്കുക മാത്രമാണോ? 17-ാം വാക്യം വായിച്ചേ. എങ്കിലും അശ്ശൂർ രാജാവ് തർത്താനെയും, അല്ല അതിന്റെ മേളിലത്തെ വാക്യം, ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടിളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്ന് പറിച്ചെടുത്ത് അശ്ശൂർ രാജാവിന് കൊടുത്തയച്ചു. എങ്ങനുണ്ട്? എവിടെ പൊതിഞ്ഞിരുന്നതാ? വായിച്ചേ. കട്ടിളകളിലും കട്ടിളാലും വാതിലുകളിലും. ഇത് അന്ന് മുതലേ പറിച്ചെടുപ്പുണ്ടായിരുന്നു. നമ്മളോർക്ക് നീ അടുത്ത കാലത്ത് അനല്ല, അവനതെല്ലാം കൂടെ പറിച്ചെടുത്ത്. അപ്പൊ ഇപ്പൊ പറിച്ചെടുക്കുന്നവരുടെ വല്യപ്പനാണ് ഹിസ്കിയാവ്. ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ എൻ്റെ വിഷയം അതല്ലല്ലോ, അതുകൊണ്ട് വിൽസൺ ജോസഫ് പാസ്റ്റർ പേടിച്ചിരിക്കുന്നത് ഇനി ഇയാൾ എന്നാ പറയാൻ പോകുന്നത്. എൻ്റെ പടലി ഒന്നുമില്ല, സമാധാനത്തോടെ സ്വോത്രം പറഞ്ഞിരിക്കും, ഒരു കുഴപ്പവും. ചില വെളിവൊക്കെ എനിക്കുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ വല്യപ്പൻ സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ സഭയെ കയറുകയല്ല, കൊച്ചുമോൻ സഭാഗോള് പൂട്ടി, കൊച്ചുമോന്റെ മോൻ സഭയിലിരുന്നതെല്ലാം കൂടെ പറിച്ചെടുത്ത് തീർന്നോ? ഇല്ല, ഇവനൊരു മോനുണ്ട്, അവന്റെ പേര് തന്നെ എന്താ മനേഷ്. ഹിസ്കിയാവിന്റെ അതൊക്കെ 15 വർഷം കൊടുത്തപ്പോ അതിന്റെ 2-ാം കൊല്ലം ഉണ്ടായത് ഇതുപോലൊരു നാശക്കൊള്ളി. 21-ന്റെ 1 വായിച്ചത് യുവരാസനെ. 21-ന്റെ 1. മനേഷ് വാഴ്ച തുടങ്ങി. മനേഷ് നല്ല പൊന്നുമോനാ. വാഴ്ചയെ തുടങ്ങിയപ്പം അവന് 12 വയസ്സായിരുന്നു. ഒത്തിരി പ്രായം ആയിരം. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. വാണു. ഇവന്റെ ഒരു കുഴപ്പടി. 7-ാം വാക്യം വായിച്ചേ. ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ ഒന്നുകൂടെ വായിച്ച 7-ാം വാക്യം. ഈ ആലയത്തിലും അങ്ങനെ വായിക്കൂ. ഈ ആലയത്തിലും പിന്നെ ഈക്കൊക്കെ എന്ത് ആക്കം കൊടുക്കണമെന്നറിയോ? ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. എങ്ങനുണ്ട്? ദൈവം തമ്പുരാൻ തേജസ് ഇറങ്ങുന്ന ദൈവാലയത്തിൽ മോശ പ്രമാണമെല്ലാം കൂടെ കേട്ട് നിയമപ്രകാരം കൂടാരം പണിതു. കൂടാരം കൽപ്പിച്ചതുപോലെ. അങ്ങനെ 40-ന്റെ 16 ഒന്ന് വായിച്ചേ. 40-ന്റെ 16 പുറപ്പാട്. കൽപ്പിച്ചതുപോലെ ഒന്ന് വായിച്ച. 40-16 അല്ലേ?
മോശ അങ്ങനെ ചെയ്തു, ആ. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവൻ ചെയ്തു. കൽപ്പിച്ചതുപോലെ ഒക്കെയും അങ്ങനെ കൽപ്പിച്ചതുപോലെ ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചു. 40-ാം വാക്യം. ഈ കണ്ണിക്ക് ഇതത്ര 30-ആണോ 34-ഓ? അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. അപ്പോൾ എപ്പോൾ? യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തപ്പോൾ. ഒരു കാര്യം തെളിയിക്കാം. ആ ഭാഗത്ത് ഈ 40-ാം അധ്യായത്തിൽ 8 പ്രാവശ്യമുണ്ട് കൽപ്പിച്ചതുപോലെ. ഇപ്പം വായിച്ച 16-ാം വാക്യം വായിച്ചത് സൂക്ഷിച്ചാ. മോശെ അങ്ങനെ ചെയ്തു. അപ്പം അത് 16-ാം വാക്യം. ഇനി അതിന്റെ 19-ാം വാക്യം വായിച്ചേ. അവൻ മൂടുവിരി തിരുനിവാസത്തിന്മേൽ വിരിച്ചു, അതിന്മീതെ മൂടുവിരിയുടെ പുറമൂടിയും വിരിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 21-ാം വാക്യം വായിച്ചേ. പെട്ടകം തിരുനിവാസത്തിൽ കൊണ്ടുവന്നു, മറയുടെ തിരശ്ശീല തൂക്കി, സാക്ഷ്യപ്പെട്ടകം മറച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 23-ാം വാക്യം വായിച്ചേ. അതിന്മേൽ യഹോവയുടെ സന്നിധിയിൽ അപ്പമെടുത്ത് അടുക്കി വെച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 24-ാം വാക്യം വായിച്ചേ. സമാഗമന കൂടാരത്തിൽ മേശയ്ക്ക് നേരെ തിരുനിവാസത്തിന്റെ തെക്കുവശത്ത് നിലവിളക്ക് വെക്കുകയും യഹോവയുടെ സന്നിധിയിൽ ദീപം കൊളുത്തുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 29-ാം വാക്യം വായിച്ചേ. ഹോമയാഗപീഠത്തിനും സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിന്റെ വാതിലിലും മുൻവശത്ത് വയ്ക്കുകയും അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 38 വായിച്ചേ. ഇസ്രായേല്യരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക, പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കൽപ്പിച്ചതുപോലെ ചെയ്തപ്പോൾ ആലയത്തിൽ യഹോവയുടെ തേജസ് ഇറങ്ങി. അങ്ങനെ തേജസ് ഇറങ്ങിയ ആലയത്തിൽ മനേശെ അവൻ വേറെ ബിംബം കൊണ്ട് സ്ഥാപിച്ചു. ആർക്കെങ്കിലും വല്ലതും പറയാൻ പറ്റുമോ? 5-ാം തലമുറയാ പെന്തിക്കോസിലെ. ചില പറയുന്നത് വലിയ കീർവാനുണ്ട്. ഞങ്ങൾ പെന്തിക്കോസിലെ 5-ാം തലമുറ വന്നപ്പം മീശയും അടിക്കുകയല്ല, ഊജാന്താടിയും വെച്ച് പിരിയോം അടിച്ച് ലിപ്റ്റിക്ക് വിട്ട് ഇപ്പൊ കയ്യിൽ മോതിരോ ഇട്ട് ഓർണമെന്റ്സ് വിട്ട് 5-ാം തലമുറ മിക്കതും. എന്നാ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ 5-ാം തലമുറയുടെ കീർവാണോ ഒന്നും പറയണ്ട. 1-ാം തലമുറയുടെ വേണേ പറഞ്ഞു ഒക്കുന്നെങ്കിൽ 2-ാം തലമുറ. എന്നാ നിങ്ങൾക്കല്ല ഒരു അരുതാഴിയ പോലെ. 5-ാം തലമുറ വന്നപ്പോ അകത്ത് കൊണ്ട് ഓരോന്ന് സ്ഥാപിക്കുന്നെന്ന് ആർക്കാലും വല്ലോ എതിർക്കാൻ പറ്റുമോ? ഉടനെ പറഞ്ഞു ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ണുണ്ണി സാറിന്റെ കാലം മുതലോ സാറപ്പച്ചൻ വല്ലതും മിണ്ടാൻ പറ്റുമോ? ടി.ജി. ഉമ്മച്ചനപ്പച്ചൻ ആയിക്കോട്ടെ, അതിനെന്നെ PM ഫിലിപ്പിന്റെ കാലം ആയിക്കോട്ടെ, വല്ലതും മിണ്ടാൻ പറ്റുമോ? 5-ാം തലമുറ വന്നപ്പോ എങ്ങനായി? അശേരപ്രതിഷ്ഠയെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ട് സ്ഥാപിച്ചു. ഞാൻ ആരെയും വ്യക്തിഹത്യ നടത്തുകയല്ല, നമുക്കെല്ലാവരും മടങ്ങി വരവ് ആവശ്യമാണ്. ദൈവത്തിന്റെ മകത്വം. പള്ളിക്കകത്ത് വടക്കുണ്ടാക്കുന്നവൻ, പള്ളി കയറാത്തവൻ, പള്ളി പൂട്ടിയവൻ, പള്ളി സാധനം എടുത്ത് പറിച്ചു കൊടുക്കുന്നവൻ, പള്ളിക്കകത്ത് ബിംബം കൊണ്ട് സ്ഥാപിച്ചവൻ. ഇവരുടെ കാലത്തായ യെശയ്യാവ് ശുശ്രൂഷിച്ചത് 50 കൊല്ലം. വലിയ ബുദ്ധിമുട്ടാ. എന്നാൽ ഒരു കാര്യം പറഞ്ഞെങ്കിൽ വിടാ, ഈ 50 കൊല്ലം യെശയ്യാവ് ഇവിടെ ശുശ്രൂഷിക്കാൻ കാരണമെന്നാ? കാരണം സുവിശേഷ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യെശയ്യാവ് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു, അതുകൊണ്ടാണ് ഇങ്ങനെ ശുശ്രൂഷിച്ചേ. ആ വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 40-41 വായിര്. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവിടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. ആ തേജസ് കണ്ടത് കൊണ്ട് ആ പള്ളി വഴക്കുണ്ടാക്കിയവന്റെ കാലത്ത് പുള്ളി ശുശ്രൂഷിച്ചത്.
ആ തേജസ് കണ്ടതുകൊണ്ട് പള്ളി കയറാത്തവന്റെ കാലത്തും യെശയ്യാവ് ശുശ്രൂഷിച്ചേ. ആ തേജസ് കണ്ടതുകൊണ്ട് പള്ളി പൂട്ടിയവന്റെ കാലത്തും യെശയ്യാവ്. ഞാൻ എൻ്റെ സഹപഠന്മാരോട് ഒരു കാര്യം പറയാം, എല്ലാവരോടും പറയാം. പള്ളി വടക്കുണ്ടാക്കുന്നവൻ കാണും, പള്ളി പൂട്ടുന്നവൻ കാണും, പള്ളി സാധനം എടുത്ത് വിൽക്കുന്നവൻ കാണും. പക്ഷേ നീ അതൊന്നും കാണണ്ട, നീ യേശുവിൻ്റെ തേജസ് കാണണം. ദൈവത്തിന് മഹത്വം. യേശുവിൻ്റെ തേജസ് കണ്ടാ മതി. ഈ ബാക്കി കാഴ്ച ഒന്നും കാണാതിരിക്കുന്നതാ നല്ലത്. കാണാനാന്ന് എന്തെല്ലാം ഉണ്ടില്ലേ? അയ്യോ, എന്തെല്ലാം ഉണ്ട് കാണാൻ, കാണിക്കാൻ എന്തെല്ലാം ഉണ്ട്. പണ്ട് ഭീമൻ കണ്ടതുപോലെ കല്ലോലജാലം കളിക്കുന്ന കണ്ടു, അത് പുള്ളി അത് കണ്ടു. കമലമണി നിറമുട്ടയ കമലം അത് കണ്ടു, അതും കണ്ടു. കല്യാണിമാരും കുളിക്കുന്ന കണ്ടു, അതും കണ്ടു. പുല്ലുമയ്ക്കൊട്ട് ചട്ടില്ല ചില വട്ടവും അത് കണ്ടു. അന്നങ്ങളങ്ങൂ പറക്കുന്ന കണ്ടു. അനതരനമവയ്ക്കൊട്ടൊക്കെ നടനം അത് കണ്ടു, അതും കണ്ടു. ചക്രവാകങ്ങളുടെ വിക്രമം കണ്ടു, അതും കണ്ടു. മാരാരിക്കൂറ്റൻ മതിക്കുന്ന കണ്ടു. ഐരാവതം വന്നിറങ്ങുന്ന കണ്ടു. ഗന്ധദ്വീപം വന്നിറങ്ങുന്ന കണ്ടു. എന്തെല്ലാം കാണാനുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും ഇതല്ല കാണേണ്ടത്, യേശു ക്രിസ്തുവിന്റെ തേജസ്. ഈ ലോകം അല്ലാത്ത ലോകം, ആത്മീക ലോകം അല്ലാതെ വഷളത്വത്തിലേക്ക് പോകുക, അതൊക്കെ പോകട്ടെ. പക്ഷേ വെളിപ്പാട് പുസ്തകക്കാരൻ പറയുമ്പോൾ വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്ക്, അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ, യേശു വീണ്ടും വരുന്നു. അതുകൊണ്ട് എൻ്റെ സഹപഠന്മാരെ, ദൈവമക്കളെ, ഞാനും നിങ്ങളും കാണേണ്ടത് യേശു ക്രിസ്തുവിന്റെ തേജസ് കാണണം. യെശയ്യാവ് യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടു. കണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ അതും ഇതും കണ്ടതല്ല, എന്തെല്ലാം കാര്യമാ ദൈവം അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുത്തത്. ആ കർത്താവിനെ പറ്റി എന്തുവാ ഇത് കണ്ടതെങ്ങനെ? യെശയ്യാവ് തേജസ് കണ്ടതെങ്ങനെ? കണ്ടതിനെ പറ്റി ഒരു കാര്യം പറഞ്ഞത് 6-ാം അധ്യായത്തിന്റെ 1 വായിച്ചോ, ചടികടാന്ന് വായിച്ചോ. രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത്. രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ. ഉസിയാവ് മരിച്ചയാണ്ടെന്നുള്ളത് കണക്ക് കൊടുത്തുള്ള കാലക്കണക്ക് കൊടുത്തതാ. നമ്മൾ ചിലപ്പം പറയും നിന്റെ ജീവിതത്തിന്റെ ഉസിയാവ്. ഞാനും പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉസിയാവ് മരിച്ചെന്ന് പറഞ്ഞത് ഒരു കണക്കാ. ഇന്ന രാജാവ് മരിച്ചയാണ്ടിൽ, അല്ലെ ഇന്ന രാജാവ് മരിച്ചയാണ്ടിൽ ഉസിയാവ് മരിച്ച. ഇതുപോലെ വേറൊരു കണക്കുണ്ടല്ലോ, മരിച്ചയാണ്ട് 14:28 വായിച്ച യെശയ്യാവ് 14:28. അവിടെ മരിച്ച കണക്കല്ലേ? ആകാശ് രാജാവ് മരിച്ചയാണ്ടിൽ അവിടെ അങ്ങനെ തന്നെ കൊടുത്തത്. ആകാശ് രാജാവ് അതാ കണക്ക് തെളിയിക്കാൻ, ചരിത്രം തെളിയിക്കാൻ പറഞ്ഞതാ. മറുവശമുണ്ട്, ഉസിയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് ഒരു സിംഹാസനം കാണുന്നു, ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത് യേശു ക്രിസ്തുവിനെ കണ്ടെന്ന, തേജസ് കണ്ടെന്ന. അത് ഈ 6-ാം അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയും സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നു, തേജസ് കണ്ടു. അതിന് വേറൊരു ചരിത്രവശം, ഉസിയാവ് ഇവര് ബന്ധുക്കളാ, രാജകുടുംബത്തിൽപ്പെട്ടവരാ. അപ്പൊ ഉസിയാവിന്റെ ഭരണം നല്ലതായിരുന്നു. ആള് പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കിയാലും ഭരണം ചെല്ലുപടത്തില്ലേ. പുള്ളി ആരാധിക്കത്തൊന്നുമില്ല, പക്ഷെ ഭയങ്കര കഴിവാ എല്ലാം നിയന്ത്രിക്കാൻ. നമ്മൾ പറയത്തില്ലേ അതിനെ പറ്റി. പുള്ളി ജനറൽ കൺവെൻഷന് വന്നാലും, സ്റ്റേറ്റ് വന്നാലും, ഡിസ്ട്രിക്ട് വന്നാലും, സോണൽ വന്നാലും പുള്ളി കൈയടിക്കുവോ പാടുകയോ ഒന്നിനും ഇങ്ങനെ ആരെയോ വിഴുങ്ങേണ്ടെന്ന് ഓർത്ത് ഇരിക്കും. പക്ഷെ ഭയങ്കര, അതിന് ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്, എന്തുവാ അതിന് പറയുന്നത്? അത് സാമ്പനച്ചിൽ പറയാൻ, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് പറയാൻ, അഡ്മിനിസ്ട്രേഷൻ. അത് തന്നെ. അതെല്ലാം പറ, വെറുതെ ഇരിക്കല്ലേ, ഇതുകൂടെ പറഞ്ഞു വെച്ച് പോകും. ഞങ്ങൾ ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും ഞങ്ങൾ ഒത്തിരി വർഷം മുമ്പ് നമ്മൾ അനുജോർജിൻ്റെ വീട്ടിൽ വെച്ച് ആദ്യം കാണുന്നല്ലേ, അത് 30 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു. അന്ന് മുതലുള്ള ആത്മീക ബന്ധമാണ്. ദൈവത്തിന് മഹത്വം. യെശയ്യാവ് തേജസ് കണ്ടു യേശു ക്രിസ്തുവിന്റെ. അപ്പൊ ഇവര് ബന്ധുക്കാരായതുകൊണ്ട് ഉസിയാവ് ഈ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കിയാലും പുള്ളി ഭരണത്തിന് നല്ല മിടുക്കനാ. ഉസിയാവിന്റെ കാലത്ത് ഭരണം നല്ലതാ, കാരണം പുള്ളി കൃഷിപ്രിയനായിരുന്നെന്ന. ഉസിയാവ് കൃഷിപ്രിയൻ, ജലസേചനമൊക്കെ പുള്ളിയുടെ കാലത്താ രാജ്യത്ത്. എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് പുള്ളി കൈകാര്യം ചെയ്തു. ഈ ഉസിയാവ് കൃഷിപ്രിയനായിരുന്നെന്നാ വാക്യം. കിണറുമൊക്കെ കുടിച്ചു, വെള്ളത്തിന് പഞ്ഞമൊന്നുമില്ല, കൃഷി അതുകൊണ്ട് നന്നായി. കന്നുകാലികൾക്കും വലിയ പ്രാധാന്യം കൊടുത്തു. ഫാമും ഒക്കെ പുള്ളിയുടെ കാലത്താണ്. രാജ്യത്തിന് വലിയ ഗുണമാണ്. നമ്മൾ ചിലരെ പറ്റി പറയില്ല, ഇച്ചിരി കുടിക്കുമെന്നേ ഉള്ളെങ്കിൽ സഭായോഗം മുടക്കുകയല്ല, നമ്മൾ പറയത്തില്ലേ.
പുള്ളി തെറിയൊക്കെ പറയും, എന്നാലും ദശാംശ സമയത്ത് കൊണ്ട് ഒരാൾ പറഞ്ഞ് 2 തെറി പറഞ്ഞാൽ എന്നാ കാര്യം നടക്കുന്നില്ലേ? അമ്മാമ്മ ഞൊണയും കൊതിയൊക്കെ പറഞ്ഞാലും ആത്മാവിൽ ബലപ്പെടും. വന്ന ഒരരങ്ങ, അങ്ങനെ തന്നെ അരങ്ങായിട്ടിരിക്കട്ടെ. അപ്പോൾ ഈ ഉസിയാവ് ഇദ്ദേഹം ഈ പള്ളി വഴക്കൊക്കെ ഉണ്ടാക്കുന്നെങ്കിലും പുള്ളി ഭരണത്തിൽ മിടുക്കനാ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഉസിയാവ് മരിച്ചപ്പോ യെശയ്യാവിന്റെ അകത്തൊരു ചിന്ത, ഇനി രാജ്യത്തിന്റെ ഭാവി എങ്ങനാകും? രാജ്യം ആര് ഭരിക്കും? ഇനി ആ കസേര ആരിരിക്കും? ഇനി ഇരുന്നാൽ ശരിയാകുമോ? ഇങ്ങനെയുള്ള ചിന്ത തൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കർത്താവ് അതിന്റെ മറുപടി കൊടുക്കുക, യെശയ്യാവേ, ഉസിയാവ് മരിച്ചു, ആ സിംഹാസനം വെറുതെ കിടക്കുന്ന, ഇനി ആയിരിക്കും? നീ ഭാരപ്പെടേണ്ട, ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഞാനിരിപ്പുണ്ട്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഞാനിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നാളെ എങ്ങനെ ജീവിക്കും, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ, ഭാവി എങ്ങനെ, വീടിന്റെ കാര്യം എങ്ങനെ, മക്കളുടെ കാര്യം എങ്ങനെ, ശുശ്രൂഷകളുടെ കാര്യം എങ്ങനെ എന്നോർത്ത് ആരേലും ഞരങ്ങുന്നുണ്ടെങ്കിൽ വചനത്തിൽ കൂടെ ദൂത് പറയാ, നിരാശപ്പെടേണ്ട, പതറണ്ട. ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ നമുക്ക് വേണ്ടി ഒരുവൻ ഇരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഉയർന്നും പൊങ്ങിയും. അപ്പോൾ ഓടിച്ച് പറയാം, 6-ാം അധ്യായത്തിൽ സിംഹാസനം കാണുക. യോഹന്നാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടെന്നല്ലേ, കണ്ടത് വിധവ. 6-ാം അധ്യായത്തിൽ സിംഹാസനം. ഇനി പെട്ടെന്ന് ഇടയ്ക്കത്തെ എല്ലാം ഞാനങ്ങ് വിടുക, കാരണം സമയമാകുന്നല്ലോ. എനിക്ക് ഇതൊക്കെ പ്രസംഗിക്കണമെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും കിട്ടിയ എൻ്റെ രീതി അനുസരിച്ച് പറയാം. പക്ഷേ നമുക്ക് നാളെ സഭായമുണ്ട്. നിങ്ങളെക്കാളെല്ലാം ദൂരെ പോകേണ്ട ആളാണ് ഞാൻ. എനിക്ക് നാളെ അങ്ങ് തമിഴ്നാട്ടിൽ ചെല്ലണം. ഇന്ന് രാത്രി ഞാൻ തിരിക്കും, അത് വേറെ വിഷയം. അത് കഴിഞ്ഞേച്ച് വൈകിട്ട് തിരിച്ചും വരണം. നിങ്ങളെക്കാളെല്ലാം കൂടുതൽ യാത്ര ചെയ്യേണ്ട ആൾ ഞാനാ. പകലുമൊക്കെ ഉണ്ടായിരുന്നു ബത്തപ്പാടാ. ഇനി നിങ്ങളങ്ങോട്ട് ചെന്ന് വെച്ചാൽ ഉണക്കച്ചപ്പാത്തി 2 എണ്ണം മുറിച്ച് വെച്ച് കയറി കിടക്കാനല്ലയോ? അതും എനിക്കറിയാം, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഉള്ളതാട്ടെ. അപ്പൊ ഈ 6-ാം അധ്യായത്തിൽ അവൻ സിംഹാസനം കണ്ടു യെശയ്യാവ്. ഇനി 53-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചേ. 53-7. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും പിന്നെ അവൻ പീഡിപ്പിക്കപ്പെട്ടു. അടുത്തത്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും. 53-ൽ ഒരു കുഞ്ഞാടിനെ കാണുന്നു. 6-ാം അധ്യായത്തിൽ സിംഹാസനം കാണുന്നു. 53 കുഞ്ഞാടിനെ കാണുന്നു. രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതെ ഇരിക്കുന്ന ഒരു കുഞ്ഞാട്. ഇതാ യെശയ്യാവ് കണ്ടത്. ഇത് യെശയ്യാവ് 6-ൽ സിംഹാസനവും 53-ൽ കുഞ്ഞാടും. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വായിച്ച് വെളിപ്പാട് 5:1 അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന കാണാം. വെളിപ്പാട് 5:1 പെട്ടെന്ന് വായിച്ചോ, സമയം പോകുന്നു. ബഹുമാനപ്പെട്ട മാസ്റ്റർ വാച്ചയിലൊക്കെ നോക്കുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ. അപ്പൊ 5-ാം അധ്യായത്തിന് 1-ൽ സിംഹാസനം കാണുന്നു. ഇനി അതിന്റെ 5-ന്റെ 7 വായിച്ചേ. 7 അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും. 5-ാം വാക്യം വായിച്ചോ. 5-ന്റെ 5. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ പേരുവായും പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കുവാനും ജയം പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യെശയ്യാവ് 6-ൽ സിംഹാസനം, 53 കുഞ്ഞാട്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 5-ന്റെ 1-ൽ സിംഹാസനം, 5-ന്റെ 6-ൽ കുഞ്ഞാട്. ഇനി വെളിപ്പാട് 7-ാം അധ്യായത്തിന്റെ 10 അടുത്തടുത്ത് വരിക. ഞാൻ രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഇപ്പൊ അടുത്തടുത്ത് കുഞ്ഞാട് വരിക. സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും. ഇനി അതിന്റെ 17 7-17 സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അടുത്ത് വന്നല്ലോ. കുഞ്ഞാട് സിംഹാസനവും. യെശയ്യാവ് 6-ൽ സിംഹാസനം, 53 കുഞ്ഞാട്. അത് വെളിപ്പാടിലേക്ക് വരുമ്പോൾ വെളിപ്പാട് 5-ന്റെ 1 സിംഹാസനം, 5-ന്റെ 5 അടുത്ത് വരിക കുഞ്ഞാട്. വെളിപ്പാട് 7-ന്റെ 10 ആദ്യത്തിൽ വാക്യത്തിന്റെ ആരംഭത്തിൽ സിംഹാസനം, ഒടുവിൽ കുഞ്ഞാട്. വെളിപ്പാട് 7-ന്റെ 17 കുഞ്ഞാട് സിംഹാസനം ഒന്നിച്ചു വന്നു. ഈ കാഴ്ച യെശയ്യാവ് കണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, കാണേണ്ടത് ദൈവ കുഞ്ഞാടിനെയാ.
അവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിൽ ഇറങ്ങുമെന്ന് നാടെങ്ങും നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി അവൻ പങ്കപ്പാടുകളെ പീഡകളെ സഹിച്ച് നമ്മുടെ പാപപരിഹാരം വരുത്തുവാൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന അവൻ ശരീരം നുറുക്കപ്പെട്ട് രക്തം ധാരധാരയായി തൊടുകി അവൻ നമുക്ക് വേണ്ടി ജീവനെ തന്ന ദൈവ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്, യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്ന്, കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്ന്, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടെന്ന്, യോഗ്യനായ കുഞ്ഞാടെന്ന്, ജയം പ്രാപിച്ച കുഞ്ഞാടെന്നും, കോപത്തിന്റെ കുഞ്ഞാടെന്ന്, വിളക്കാകുന്ന കുഞ്ഞാടെന്ന്, അവൻ സ്തോത്രം വേള കടിക്കാൻ വരുന്ന കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിൽ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞാടിനെ വേണം ദർശിക്കാൻ. ഈ വാച്ച് കറക്റ്റാന്ന് 5 മിനിറ്റും കൂടെ ഉണ്ട്. ഇത് കറക്റ്റാണോ അല്ലേ? എന്നാ 5 കൂടെ എടുക്കും. നിങ്ങൾ കിടന്ന് മുരടുകൊന്നും ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ഇരുന്ന് നടത്തിപ്പുകാരൻ ഉപദേശി ചൊവ്വിനിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കാൻ പുള്ളിയാണ്. അപ്പോൾ സമയം വന്ന പുള്ളി ഇങ്ങനെ മുന്നോട്ട് കയറി എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരാൻ പറഞ്ഞു, കയറിയിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ തള്ളി മുന്നോട്ട് വരുന്നത്. ദൈവസന്നിധി ഇരിക്കുന്നത് നഷ്ടമൊന്നുമല്ല, ഒരു നഷ്ടവുമല്ല. ദൈവത്തിന് മഹത്വം, നമുക്കത് അനുഗ്രഹം തന്നെ. ആട്ടെ, ഞാൻ നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. യേശു ക്രിസ്തുവിനെ യെശയ്യാവ് കണ്ടപ്പോൾ എന്തൊക്കെ കണ്ടു? ചടിയടാന്ന് വായിക്കാമെങ്കിൽ ചടിയനെ വായിക്കും, മുഴുവൻ കാര്യവും കണ്ടു. എങ്ങനെ ഈ ശിശു എങ്ങനെ ജനിക്കുമെന്ന് കണ്ടു. വായിച്ച 7:14 പെട്ടെന്ന് വായിച്ചോ. 7:14 എങ്ങനെ ശിശു ജനിക്കും അറിയുമല്ലോ എന്ന് കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. നമ്മോട് കൂടെ ഇരിക്കുന്നവൻ. അത് യെശയ്യാവ് കണ്ടു. കന്യക ഗർഭിണിയായി. പണ്ടൊരു ഹിന്ദു സഹോദരൻ നമ്മുടെ ഒരു ഉപദേശിയോട് ചോദിച്ചു, കന്യക എങ്ങനെയാ ഗർഭിണിയാകുന്നത്? കൊടുക്കാൻ ചോദിച്ചതാ. പുള്ളി പറഞ്ഞു, ചെവിക്കകത്തൂടെ കൊച്ചു വരുന്നെങ്കിൽ പിന്നെ കന്യക ഗർഭിണിയാകുന്നത് വലിയ അത്ഭുതമൊന്നും ഒന്നുമല്ല. എന്നാ ആട്ടെന്ന് പുള്ളി. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനെ. മോനെ വായിക്കാൻ നേരമില്ലതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നു, സമയം പോയി. നീക്കുവിൻ ഇവനെ എന്നലറി ശത്രുഗണം ക്രൂശിപ്പാൻ കൊടുത്തോനും ഇവൻ താനെ. ആദിയിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനെ. യൂതന്മാരനുദിനം കാൺമാൻ കാത്തു നിന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനെ. പാടാൻ നേരമില്ല. അപ്പൊ കന്യകാസൂനുമായി ഇവിടെ അവതരിക്കും. അത് യെശയ്യാവിന് വെളിപ്പെട്ടു. കന്യക ഗർഭിണിയായ ഒരു മകനെ. മാത്രമാണോ ശിശുവിന്റെ വിശേഷത? 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. യേശു ദൈവമല്ലെന്ന് പറയുന്ന വെടലകൾക്കുള്ള വാക്യമായത്. അവിടുന്ന് വീരനാം ദൈവമാ. പിന്നെ നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന്. അപ്പൊ അതും യെശയ്യാവിന് വെളിപ്പെട്ടു. എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി ജനിക്കും. ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. മാത്രമാണോ 7 കുടുംബത്തിൽ നിന്ന് വരുമെന്ന്. 7 കുടുംബം 11:1 7 കുടുംബം. എന്നാൽ ഇശായിയുടെ കുത്തിന്നാ വരുന്നത്. ഇശായിയുടെ കുടുംബത്തിൽ നിന്ന്. കുത്തി ഏതാ? വായിച്ച രൂത്ത് 4:18 കുത്തി. രൂത്ത് 4:18 പെട്ടെന്ന് വായിച്ചു, നേരമില്ല. ആ കണ്ണിക, ചെറിയ കണ്ണിക താഴെ. പേരസിന്റെ വംശപാരമ്പര്യമാവിത്. ഗെസ്രോനെ ജനിപ്പിച്ചു. ഗെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നഗജോനെ ജനിപ്പിച്ചു. നഗജോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ ബോവാസിനെ ജനിപ്പിച്ചു. ബോവാസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് യിശ്യായെ ജനിപ്പിച്ചു. യിശ്യായി ആ കുത്തിന്ന്. ഇതെല്ലാം പറയണ ഒത്തിരി സമയം വേണം, ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. അപ്പൊ എങ്ങനെ ജനിക്കും? കന്യാസൂനുവായി ജനിക്കും. ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്.
അല്ല വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനല്ല. സ്തോത്രം, സ്തോത്രം. ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇവിടെ ജീവിച്ചപ്പോൾ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനായിട്ടാണ് ജനിച്ചത്. മനുഷ്യനായതുകൊണ്ടാണ് പടയിൽ കിടന്ന് ഉറങ്ങിയത്, ദൈവമായതുകൊണ്ടാണ് കാറ്റിനെ ശ്വാസിച്ചമർത്തിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനുഷ്യനായതുകൊണ്ട് അവിടുന്ന് വിശന്നത്, ദൈവമായതുകൊണ്ട് 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി 5000 പോഷിപ്പിച്ചവൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു സമ്പൂർണ്ണ ദൈവമാണെന്ന്. വീരനാം ദൈവം, അവിടുന്ന് നിത്യപിതാവ്. ദൈവത്തിന് മഹത്വം അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എങ്ങനെ ജനിക്കും? കന്യാസൂനുബാ ജനിക്കും. ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത 9:6. ഏത് കുടുംബത്തിൽ നിന്ന് ജനിക്കും? അവൻ 11 ഇശ്ശായിയുടെ കുത്തിയെന്ന്. ഈ ശിശു ശൈശവത്തിൽ എന്ത് പൂജിക്കും? 9:14, 7:14. ഒന്നുകൂടെ വായിച്ചോ, 7:14. നിർത്തുക. നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും ഉപജീവിക്കും. തൈരും തേനും കൊണ്ട്. തൈരും തേൻ, ഞാനെപ്പോഴും പറഞ്ഞ തേൻ അടിച്ചു മാറ്റിയ തേനല്ല, മോട്ടിച്ച തേനല്ലെന്ന്. ആട്ടെ. അതുകൊണ്ട് ശിശു ശൈശവത്തിൽ പൂജിക്കും. മാത്രമാണോ, ശിശുവിന് ഒത്തിരി വിശേഷതയുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. ഒടുവിൽ ഈ ശിശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ അത് 9:1. യെശയ്യാവ് 9:1 വായിച്ചോ. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല, തിമിരം നിൽക്കത്തില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിന് നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ അത് എല്ലാം വിവരിക്കാന്ന്. യേശുവിന്റെ കന്നിപ്രസംഗം സെബൂലൂന്റെ നഫ്താലിയുടെ അതിരുകളിൽ അതും വെളിപ്പെട്ടു. അതിലാണ് മർക്കോസ് 1:16, 19, മത്തായി 4:12. യേശു ഗലീലയിലെത്തി. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പൊ യേശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ എവിടെ? അതും വെളിപ്പെട്ടു. മാത്രമാണോ, അവിടുത്തെ തിരുമരണം അതാണല്ലോ 53 മുഴുവൻ. എങ്ങനെ മരിക്കും? ഏറുപദത്തിൽ മരിക്കും. ആര് കൊല്ലും? ഏറുപദത്തിൽ മരിക്കും. എവിടെ അടക്കും? അതെല്ലാം അടുക്കടുക്കായിട്ട് യെശയ്യാവിന് വെളിപ്പെട്ടു. മാത്രമാണോ, അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമെന്ന്, വീണ്ടും വരുമെന്ന്. ആ വരവ് രണ്ടാം വരവിന് 2 ഘട്ടം. ആ 2ാം ഘട്ടം എന്തിനാ വരുന്നത്? ഭരിക്കാൻ വരും. അതാ 32. ഒരു രാജാവ് നീതിയോടെ വാഴും. ആ ഭരണം എങ്ങനെ? അയ്യോ, എല്ലാം പറയാൻ നേരമില്ലയോ, ഞാനങ്ങ് അടങ്ങുക. നീതിയോടെ ഭരിക്കും. ഭരണത്തിന്റെ വിശേഷത 11:5 വായിച്ചോ. 11:5 ഭരണത്തിന്റെ, എല്ലാം എടുക്കാൻ നേരമില്ല. 11:5 ഭരണത്തിന്റെ വിശേഷത. നീതി അവന് നടുക്കെട്ടും, നീതി അവനെ നടുക്കെട്ടും, വിശ്വസ്തത അവന്റെ അരക്കച്ചി. ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകത്തില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. പുസ്തകം എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ആര് ഭരിച്ചാലും ശരി. കാരണം നല്ല ആഗ്രഹമുള്ളവനെ സമ്മതിക്കുകയല്ലോ. സമ്മതിക്കുവോ? സത്യം പറയല്ലേ? സമ്മതിക്കത്തില്ല. അങ്ങനത്തെ ലോകമാ. ചില വിഷയത്തിൽ കണ്ണടക്കേണ്ടി വരും. നമുക്കറിയാം തെറ്റാണ്, പക്ഷെ അതിന് കൂട്ടുനിന്നേ ഒക്കൂ. അതെന്നെ മനസാക്ഷിക്ക് പോറല. എന്നാൽ ഇവിടെ ഒരു നല്ല ഭരണം വരും. ആര് ഭരിക്കും? യേശു ഭരിക്കും. കാരണം നീതി അവനെ നടുക്കട്ടാ. പിന്നെ വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. പിന്നെ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട് കുട്ടിയോടുകൂടെ കിടക്കും. കിടക്കട്ടെ. വായിരടുത്ത വായിച്ചു. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും. പുള്ളിപ്പുലിയും ഗോസമതുപോൽ സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. ചെറിയ ശിശുക്കൾ യേശുവിൻ രാജ്യ വരുന്നു പരമേശൻ ഇപ്പാരിൽ ഭരണം. യേശു ഇവിടെ ഭരിക്കും. ഒരു രാജാവ് നീതിയോടെ വാഴും. അതും യെശയ്യാവിന് വെളിപ്പെട്ടു. ഞാൻ നിർത്തുക. ഇടയ്ക്കത്തെ എല്ലാം വിടുക. എല്ലാം വെളിപ്പെട്ട് ഒടുവിലേ പുതുവാന ഭൂമി വരെ വെളിപ്പെട്ടു. 66:22 ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും മതി. യേശുവിന്റെ തേജസ് കണ്ടപ്പോൾ മുഴുവൻ വിഷയവും വെളിപ്പെട്ടു. എന്നിട്ട് പറയാ, പുതുവാന ഭൂമി, പുതിയ ആകാശം, പുതിയ ഭൂമി. ഒന്നാമത്തത് ഒഴിഞ്ഞു പോകുക. കണ്ടാലും സകലതും പുതിയതാ. ഇതുവരെ യെശയ്യാവിന് വെളിപ്പെട്ടു. ഇന്ന് രാത്രി ആ കർത്താവിനെ കണ്ടേച്ച് തിരിച്ചു പോകാവൂ.
ഇവിടെ വേറൊന്നും കണ്ടില്ലെങ്കിൽ യേശുവിനെ നല്ലതുപോലെ കാണണം, അവിടുത്തെ അനുഭവിച്ചു രുചിക്കണം. ആ തിരുവചനത്തിലെ യെശയ്യാവ് പറയുക, രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കയ്യ് കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ആ വാക്യം ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല, കാരണം ഇനി അത് പറയണമെങ്കിൽ 1-2 മണിക്കൂർ അങ്ങോട്ടെങ്കിലും വേണം. എങ്കിലും നിങ്ങൾ ഇതുവരെ എന്നെ കേട്ടിരുന്നല്ലോ. നന്ദി ദൈവത്തിൻ്റെ മകത്ത്. ഞാൻ ഇരിക്കുക, അതാണ്ട് ബൈബിളും എല്ലാം വെച്ചിട്ട് നിങ്ങൾ ഓർക്കും അത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അയാൾക്കിളക്കം വന്നു വെച്ചു. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തണം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രി ഈ പന്തൽ വിട്ടു പോകുമ്പോൾ യേശുവിൻ്റെ തേജസ് കണ്ടേ പോകാവൂ. യേശുവിനെ കണ്ടാൽ നിനക്ക് രോഗശാന്തി ഉണ്ടാകും. യേശു അടുത്തു വന്നാൽ നിനക്ക് സൗഖ്യമാ. യേശു നിന്നെ സ്പർശിച്ചാൽ ഇന്ന് രാത്രി വിടുതല. അല്പസമയം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആരും മൗനമായിരിക്കരുത്. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുക്ക്. മാറത്ത് പൊൻകൊച്ചകെട്ടുവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോടെന്ന് സദൃശമുള്ള പാദമുള്ളവനായി 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് പൊൻ നിലവിളക്കണ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊണ്ട് ആരും മൗനമായിരിക്കരുത്. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി ദൈവം വിടുവിക്കുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ തേജസ് ഇന്ന് രാത്രി ഇറങ്ങട്ടെ. ഓ ദിപികമന അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓ ദൈവത്തിന് മഹത്വം. ആ പടക പാട്ടിന്റെ 2 ചരണങ്ങൾ മാത്രം നമുക്ക് ചേർന്ന് പാടാം. നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. ആദരണീയ ബഹുമാന്യ ദൈവദാസന്മാരൊന്ന് എഴുന്നേൽക്കുകയായിരുന്നേ നല്ലതായിരുന്നു. ആവതുണ്ടെങ്കിൽ നിങ്ങളെല്ലാം അവിടെ ഇരുന്നു. നിങ്ങളെയും കൂടെ എഴുന്നേറ്റാൽ എല്ലാവരും ഇറങ്ങിപ്പോകും. അപ്പം നിങ്ങൾ ഇരുന്നാൽ മതി. അപ്പം അഥവാ പോകുന്നവരെ എനിക്കൊന്ന് കാണുകയും ചെയ്യാം, വല്ല പരിചയക്കാരുണ്ടെങ്കിൽ. അതുകൊണ്ട് കൈയടിച്ച് 2 ശീല് പാടി നമുക്കിന്ന് രാത്രി സന്തോഷത്തോടെ തിരിച്ചു പോകണം. പഴയ പാട്ടാ, നിങ്ങൾ ചേർന്നൊന്ന് പാടണം. ആ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞ് കേൾക്കുള്ളോൻ ലോകപാപ ചുമടിനെ ശിരസു കൊണ്ടു ചുമന്നൊടി കുരിശെടുത്തു ഗോദാവിൽ പോയോനെ കൈയടിച്ച് ചേർന്ന് പാട്. നമ്മുടെ കർത്താവിനെ വർണ്ണിക്കുന്ന പാട്ട്. ഓ തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവകുഞ്ഞാടിനെ സ്തുതിപ്പിൻ യേശുദേവനെ. കൈയടിച്ച് പാട്. ഓ മടിയും സത്യവും ജീവനും ഇവനെ, അവൻ അരികിൽ വരുവിൻ വഴിയുമാറ്റത് യവൻ പാപ ചുമടൊടിച്ചവൻ മഴയും മഞ്ഞും പെയ്യും പോലുള്ളിൽ കൃപ തൂണിൽ നിന്നും പാടി സ്തുതിപ്പിൻ. എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി പാടി ദൈവത്തെ മഹത്വപ്പെടും. ഓ മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ ഭൂമിരാജാക്കന്മാരെ ഭരിച്ചു വാഴും നായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരിച്ചോരയാൽ കഴുകി നമ്മയെല്ലാം ശുദ്ധിച്ച വിശ്വത സാക്ഷികൾ നീനച്ച് ശബ്ദമുയർത്തി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. ഓ തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന കരമടിച്ച് യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഓ തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ ചേർന്ന് കൈയടിച്ച് ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഓ 7 പൊന്നിലെ വിളക്കുകൾ നടുവിൽ നിലയങ്കി ധരിച്ചു 7 നക്ഷത്രം മാറിൽ പൊൻകാച്ച പൂണ്ടും വായിലിരുമുനവാളുമത്തി ജ്വാല പോലെ ഉള്ള മാനവ മകന് യേശുദേവനെ. ഹല്ലേലൂയ പാടി ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത എല്ലാവരും. ആമേ തുതിപ്പിൻ ലോകത്തിൽ പാപത്തെ നീക്കുവാൻ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ മഹത്വപ്പെടും. ഓ കാലുകൾ ഉലകിൽ കാഴ്ച പഠിപ്പിച്ച നല്ല പിച്ചളം കൊത്തതും ഉപകപാപമാദിത്യൻ ശക്തിയോട് പ്രകാശിക്കും പോലെ എന്തായാലും മുടിത വളപ്പൻ പോലെ ഇരിക്കുന്ന ദൈവപുത്ര സ്തുതിപ്പിൻ. അല്പസമയം ദൈവത്തെ ആരാധിക്കുക. ഓ സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടും. ഓ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. ഓ വളരെ വെള്ളത്തിൽ ഇരച്ചിൽ കോത്തതു കല്ലറയിൽ നിന്നും വെള്ളിയ മരിച്ചോൻ ഉയർത്തു തക്ക വല്ലഭമുള്ളത് എളിയ ജയമന്തി വലിയ ഗംഭീര ശബ്ദമുള്ളോനെ സ്തുതിപ്പിൻ. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഓ വലിയ ദൈവദൂതന്റെ ശബ്ദമു ദൈവകാകളവും തന്റെ വിളിയോടിട കലർന്നു മുഴങ്ങവേ വനലോകത്തിൽ നിന്ന് ചുറ്റൊലിക്കും അഗ്നിവേഗത്തിൽ വെളിപ്പെടും കലങ്ങ്
മക്കളാണെന്ന് സൂതിപ്പി സൂതിപ്പി ശക്തിയോടെ കൈയടിച്ച് ഊടാറവ ചെയ്തൽ കമനമടവലവ തിരിപിക്കും. ഓ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം. ഹല്ലേലൂയ അകലെ കളയുമേ. യേശു രാജാവിനോ ജന നല്ലവനാം. യേശു രാജൻ വരും സർവ്വവല്ലഭൻ. വേഗം വരണമേ. സ്തുതിപ്പി സ്തുതിപ്പി ഉടാറവ ശബലപടബല തിരിപികബലപടബല. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ രാത്രി ദൈവമഹത്വം വെളിപ്പെടട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ദൈവമഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അർത്ഥനാ ജലാധാര വൈഡപുരബലപടബല. ഇന്ന് രാത്രി ദൈവമഹത്വം വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ ദിപികബലപടബല ദിരിപികബലപടബല അന്തരാ ജലാധാര വൈഡപുരബലപടബല ദീവരവക്ഷ സൈതൽകബലപടബല. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവശക്തി ഇന്ന് രാത്രി രോഗശാന്തി ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ. ദൈവ കൃപ ഇന്ന് രാത്രി പകരട്ടെ. ഓ ദിപികബലപടബല ദിരിപികബലപടബല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മാറത്ത് പൊൻകൊച്ച കെട്ടുവൻ, ആകാശത്ത് വെള്ളിക്കോല് കൊണ്ട് അലക്കുന്നവൻ, ഭൂമിയിലെ പൊടികളെല്ലാം നേടികൾ കൊള്ളിക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. ധന്യനാകുന്ന ഏകാധിപതി, അവർച്ചതയുള്ളവൻ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അർത്ഥനാ ജലാധാര വൈഡപുരബലപടബല. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുക.